ഇഷ്യൂ എങ്കിൽ ജസ്റ്റ് പോസ്റ്റ് ആ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സെഷൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഞാൻ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പിന്നീട് പോസ്റ്റ് ചെയ്ത് തരികയും ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പിക്. നിങ്ങൾക്കറിയാം, ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡ് ക്ലാസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഫിസിക്സ് ഭാഗമാണ്. അതിൽ രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ ഒപ്റ്റിക്സ് പഠിക്കുന്നത്. ഒന്ന് റേ ഒപ്റ്റിക്സ് ആണ്. അതോടൊപ്പം നമ്മൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ വർക്കിങ്ങിനെ പറ്റിയും കൂടെ പഠിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി നിങ്ങൾ വേവ് ഒപ്റ്റിക്സും പഠിക്കുന്നുണ്ട്. നമ്മൾ റേ ഒപ്റ്റിക്സ് ആണ് ഇന്ന് ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം, വളരെ വളരെ ബ്രോഡായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എങ്കിലും നമ്മൾ ഉള്ള സമയത്തിനുള്ളിൽ അതിൻ്റെ മെയിൻ ടോപ്പിക്കിലൂടെ കടന്നു പോവുകയും അതോടൊപ്പം അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്നാണ് കരുതുന്നത്. സോ നിങ്ങൾ റേ ഒപ്റ്റിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഒപ്റ്റിക്സ് ഓൾവേസ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലൈറ്റിൻ്റെയും അതിൻ്റെ ലൈറ്റ് കാണിക്കുന്ന വ്യത്യസ്ത പ്രതിഭാസങ്ങളുടെയും ഫിനോമിനയുടെയും സ്റ്റഡിയാണ് നമ്മൾ ഒപ്റ്റിക്സിൽ ചെയ്യുന്നത്. അപ്പോൾ റേ ഒപ്റ്റിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫിനോമിനയാണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ടോപ്പിക്കുകളായിട്ട്. So the main phenomena shown by light which can be explained by using ray optics are discussed in this particular topic. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ലൈറ്റ് കാണിക്കുന്ന ഫിനോമിനയിൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഡിസ്പേർഷൻ, സ്കാറ്ററിംഗ് എന്ന് പറയുന്നതൊക്കെ, ഈ ഫിനോമിനയൊക്കെ നമുക്ക് റേ ഒപ്റ്റിക്സ് എന്ന സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിനുപരിയായിട്ട് ലൈറ്റ് കാണിക്കുന്ന മറ്റ് ചില ഫിനോമിനയുണ്ട്. നിങ്ങൾക്കറിയാം, ഡൈഫ്രാക്ഷൻ അഥവാ ഡിഫ്രാക്ഷൻ, അതുപോലെ ഇൻ്റർഫിയറൻസ്, അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പം ഈ ലൈറ്റിൻ്റെ എല്ലാ ഫിനോമിനയും നമുക്ക് ഒരേ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പിൽക്കാലത്ത് മനസ്സിലാക്കിയപ്പോഴാണ് റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും സ്വതന്ത്ര ശാഖകളായിട്ട് മാറുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കറിയാം, അവസാനം നമുക്ക് മനസ്സിലാവുന്നു എന്താണ്, നമുക്ക് പാർട്ടിക്കിൾ നേച്ചറാണോ ലൈറ്റിനുള്ളത്, വേവ് നേച്ചറാണോ എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു കോൺസെൻസസിൽ എത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഫൈനലി വി അഗ്രി വിത്ത് വാട്ട് ഇസ് നോൺ ആസ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. അല്ലേ, ലൈറ്റിനൊരു ദ്വന്ദ്വ സ്വഭാവമുണ്ട്. അത് ചില സമയങ്ങളിൽ എന്താണ് പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നുവെന്നും മറ്റ് ചില സമയങ്ങളിൽ അത് വേവ് നേച്ചർ കാണിക്കുന്നുവെന്നും എന്നുള്ള ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ 3 ചാപ്റ്ററുകളാണ് ശരിക്കും പ്രകാശത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഒന്ന് റേ ഒപ്റ്റിക്സ്, മറ്റൊന്ന് വേവ് ഒപ്റ്റിക്സ്, അവസാനം എന്താണ് ഈ ദ്വന്ദ്വ സ്വഭാവം, ഡ്യുവൽ നേച്ചർ കാണിക്കുന്ന ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് റിഫ്ലക്ഷനിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം, റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ, അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫിനോമിനൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ സെയിം മീഡിയം. ഓക്കെ പ്ലീസ് ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ ക്ലാസ്സിൻ്റെ അവസാനം ഇതിൻ്റെ റെക്കോർഡഡ് സെഷൻ നിങ്ങൾക്ക് തരാം. എനിക്ക് എൻ്റെ ഭാഗത്തുള്ള നെറ്റ് ഇഷ്യൂസ് ആവാം. ഓക്കെ, സോ പ്ലീസ് നിങ്ങൾ കുറച്ച് സമയം കൂടെ ഒന്ന് നോക്കുക കേട്ടോ. ആർക്കെങ്കിലും യെസ്, ഓക്കെ, ഈസ് ദ സ്ക്രീൻ നോട്ട് വിസിബിൾ ടു എനി ഓഫ് യു? നിങ്ങൾക്ക് സ്ക്രീൻ ഓക്കെ ഇത് നല്ലൊരു പീക്ക് ടൈം ആയതുകൊണ്ടും സോ ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. ഇനി അഥവാ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ എടുക്കുന്ന ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു പോവുകയാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ്സിന് ശേഷം വിത്തിൻ ഹാഫ് ആൻ അവർ ഞാൻ നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്ത് തരുന്നതാണ്. യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് തരാം. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഓക്കെ, നിങ്ങൾ അതിനുശേഷം ഈ വീഡിയോ ഒന്ന് കാണുക. ദാറ്റ് വിൽ ബി ഹെൽപ്പിംഗ് യു. ഓക്കെ, സോ ഐ തിങ്ക് ഐ ക്യാൻ പ്രൊസീഡ് ഓൺ. അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഈ ഫിനോമിനൻ നമുക്കറിയാം, ദാറ്റ് ഇസ് എ സെയിം മീഡിയം ഫിനോമിനാണ്. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വന്ന് വീണിട്ട് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥയിലാണ് റിഫ്ലക്ഷൻ എന്ന് പറയുക. അപ്പോൾ റിഫ്ലക്ഷനെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഡിവൈസ് എന്ന് പറയുന്നത് മിറേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എനിക്കൊന്ന് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഇങ്ങനെയാണ്. മിറേഴ്സിനെ പറ്റിയുള്ള നമ്മൾ പഠനം ചെയ്യാനുള്ള കാരണം ബിക്കോസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ മിറേഴ്സ് നമുക്കറിയാം, ദർ ആർ 2 കാറ്റഗറീസ് ഓഫ് മിറേഴ്സ്. Okay, actually there are 3 categories if you discuss. Plain mirrors ഉണ്ട്,
അതുപോലെ സ്പെറിക്കൽ മിറേഴ്സ് ഉണ്ട്. സ്പെറിക്കൽ മിറേഴ്സിൽ നമുക്ക് കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഇനി പ്ലെയിൻ മിറേഴ്സിന്റെ ഇമേജ് ഫോർമേഷന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് വളരെ പരിചിതമാണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ, ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പരിചിതമാണ്. പ്ലെയിൻ മിറേഴ്സിന്റെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്ലെയിൻ മിറേഴ്സ് ഒരിക്കലും മാഗ്നിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ നോ മാഗ്നിഫിക്കേഷൻ, ഇതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സോ പ്ലെയിൻ മിറേഴ്സിന് മാഗ്നിഫൈ ചെയ്യാനുള്ള കഴിവില്ല. ഓക്കെ, ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും സൈസ് എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണത്? ബട്ട് ദർ ഈസ് എ ലാറ്ററൽ ഇൻവേർഷൻ അല്ലെ, ലെഫ്റ്റ് റൈറ്റ് അസിമെട്രി ഉണ്ടാവും ഒബ്ജക്റ്റും ഇമേജും തമ്മിൽ. സോ ലാറ്ററൽ ഇൻവേർഷൻ എന്നുള്ളതും അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ ഇല്ല എന്നുള്ളതുമാണ് നിങ്ങൾ പ്ലെയിൻ മിററിനെ പറ്റിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. പ്ലെയിൻ മിററിന് മാഗ്നിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് പ്ലെയിൻ മിററിന്റെ പവർ എത്രയാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 0 ആണ് കേട്ടോ. പ്ലെയിൻ മിററിന്റെ പവർ 0 ആണ്. പവർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒപ്റ്റിക്സിലെ മാഗ്നിഫൈങ് പവർ ആണ്. ഓക്കെ, അപ്പോൾ ദ പവർ ഓഫ് എ പ്ലെയിൻ മിറർ ഈസ് എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, ദാറ്റ് ഈസ് 0. ഓക്കെ, അതിന് കാരണം നമുക്ക് പറയാൻ വേണമെങ്കിൽ പ്ലെയിൻ മിററിന് ഓക്കെ ഒരു ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി ആയിട്ട് വേണേൽ കരുതാം അല്ലേ. സോ ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ പ്ലെയിൻ മിറർ ക്യാൻ ബി ടേക്കൺ ആസ് വാട്ട്? ഇൻഫിനിറ്റി. ആൻഡ് യു നോ ദാറ്റ് ഇൻ ഒപ്റ്റിക്സ് power is equal to 1 divided by focal length, or reciprocal of focal length is known as power. Okay, സോ ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി ആണെന്ന് കരുതുന്നത് കൊണ്ട് തന്നെ പവർ എന്താണ്? 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ ഇത് ഓർത്തിരിക്കാം. മാഗ്നിഫിക്കേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മാഗ്നിഫൈങ് പവർ 0 ആണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാം. ഇനി നമുക്കറിയാം കോൺകേവ് മിററും കോൺവെക്സ് മിററും. ഇനി കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും ചില പൊതു സ്വഭാവങ്ങൾ നിങ്ങൾക്കറിയാം. അതിന്റെ ഇമേജ് ഫോർമേഷനെ പറ്റിയിട്ടൊക്കെ നിങ്ങളൊന്ന് ആ റേ ഡയഗ്രാംസ് ഒക്കെ പണ്ടുതൊട്ടേ പഠിക്കുന്നതാണ്. അതൊന്നും കൂടെ ഒന്ന് നോക്കിയെടുക്കുക. ഏതായാലും ഈ രണ്ട് മിററുകൾക്കും പൊതുവായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദ മിറർ ഫോർമുല എന്ന് വിളിക്കുന്നത്. 1/f ഈസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v. ഇത് ഒരേ ഇക്വേഷനാണ് നമ്മൾ മിറേഴ്സിനും കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും ഉപയോഗിക്കുക. ഇവിടെ ഓരോന്നിന്റെ മീനിങ് നിങ്ങൾക്ക് സുപരിചിതമാണ്. യു എന്ന് പറയുന്നത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, വി ഇമേജ് ഡിസ്റ്റൻസ് ആണ്, എഫ് ഫോക്കൽ ലെങ്ത് ആണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഓർക്കേണ്ടത് മിററിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് ഈസ് ഓൾവേസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. ഫോർ എ സ്പെറിക്കൽ മിറർ ഫോക്കൽ ലെങ്ത് ഈസ് ഓൾവേസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം നമ്മൾ പറഞ്ഞു രണ്ട് മിറേഴ്സിന് നമ്മൾ സെയിം എന്താണ് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്, മിറർ ഫോർമുലയാണ്. പക്ഷെ രണ്ട് മിററിന്റെയും സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ സ്വഭാവ വ്യത്യാസങ്ങൾ ഒരേ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ യൂസിങ് സർട്ടൻ തിങ് വാട്ട് ഇസ് നോൺ ആസ് സൈൻ കൺവെൻഷൻസ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒപ്റ്റിക്സിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പറായിട്ട് സൈൻ കൺവെൻഷൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പ്രോബ്ലം ചെയ്തു വരുമ്പോൾ സൈൻ കൺവെൻഷനെ പറ്റി വിശദമായിട്ട് നമുക്ക് ഉപയോഗിച്ച് വരാം. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. 1/f = 1/u പ്ലസ് 1/v എന്ന് പറയുന്ന മിറർ ഫോർമുല ഉപയോഗിക്കുമ്പോൾ കോൺകേവ് മിററിന് ഉപയോഗിക്കുന്ന സൈൻ കൺവെൻഷനും കോൺവെക്സ് മിററിന് ഉപയോഗിക്കുന്ന സൈൻ കൺവെൻഷനും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാം ഒരു കോൺകേവ് മിററിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവായിട്ട് വരും. കോൺവെക്സ് മിററിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് കിട്ടേണ്ടതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് മിറേഴ്സ് മെയിൻലി. ഇനി നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനയാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. റിഫ്രാക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയാം, റിഫ്രാക്ഷനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ലെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ റിഫ്രാക്ഷൻ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി ലെൻസുകളെ പറ്റി പഠിക്കുന്നത്. ലെൻസുകളും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം 2 ടൈപ്പ് ലെൻസസ് ഉണ്ട് മെയിൻ ആയിട്ട്. ഓക്കെ, ആക്ച്വലി ദർ ആർ മെനി ടൈപ്സ്. അതിൽ 2 പ്രധാന ലെൻസുകളാണ് നമ്മൾ പഠിക്കുക, സ്പെറിക്കൽ ലെൻസസ്. ഒന്ന് നേരത്തെ മിററിൽ കണ്ട പോലെ തന്നെ കോൺകേവ് ലെൻസ്, മറ്റൊന്നെന്താണ് കോൺവെക്സ് ലെൻസ്. ഇതോടൊപ്പം വേണമെങ്കിൽ പറയാം പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പ്ലെയിൻ ഗ്ലാസ് സ്ലാബിന്റെ കാര്യം കൂടെ പറയാം. സോ പ്ലെയിൻ ഗ്ലാസ് സ്ലാബ്. ഓക്കെ, ഗ്ലാസ് സ്ലാബിന്റെ നിങ്ങൾ ലാറ്ററൽ ഷിഫ്റ്റ് ഒക്കെ പഠിച്ച് ഓർമ്മയുണ്ടാവും. അത് പ്ലെയിൻ ഗ്ലാസിന് തത്തുല്യമായ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് സ്ലാബിന്റെ കേസിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ ഒന്നും വരുന്നില്ല. കോൺകേവ് കോൺവെക്സ് ലെൻസുകളുടെ കേസിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ വരുന്നു. മിററിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ 2 ലെൻസുകൾക്കും പൊതുവായി ഉപയോഗിക്കാവുന്ന ഒരു ലെൻസ് ഇക്വേഷൻ ഉണ്ട്. Okay, so that lens equation is 1/f is equal to 1/v minus 1/u ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 1/, നിങ്ങൾ 2 മിറർ ഫോർമുലയും അതുപോലെ ലെൻസ് ഫോർമുലയും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഓരോന്നിനും അതിൻ്റെതായ മീനിങ് ആണല്ലോ. ഇവിടെ ഒരു മൈനസ് സൈൻ 1/v മൈനസ് 1/u ആണെന്നുള്ള കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഇവിടെയും സൈൻ കൺവെൻഷൻസ് ആപ്ലിക്കബിൾ ആണ്. ഇവിടെ നിങ്ങൾ ഓർത്തേണ്ട കാര്യം, നമുക്കറിയാം മിററിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയായിരിക്കും. അത് എപ്പോഴും ഫിക്സ്ഡ് ആണ്. കാരണം
കൺസ്ട്രക്ഷനിൽ തന്നെ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷനിൽ തന്നെ മിററിന്റെ ഫോക്കൽ ലെങ്ത് ഫിക്സ്ഡ് ആണ് എങ്കിൽ ലെൻസിന്റെ കേസിൽ ഒരു വ്യത്യാസമുണ്ട്. ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഫിക്സ്ഡ് അല്ല. റിമെമ്പർ, ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് നോട്ട് ഫിക്സ്ഡ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മീഡിയം ഇൻ വിച്ച് ദ ലെൻസ് ഈസ് കെപ്റ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണിത്. ഒരു സ്പെറിക്കൽ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അത് ഏത് മീഡിയത്തിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ മീഡിയത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച്, സ്വഭാവം എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ലൈറ്റിന്റെ സ്വഭാവം നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് നമുക്കറിയാം. അപ്പോൾ ഏത് മീഡിയത്തിലാണോ നമ്മൾ ലെൻസിനെ വെച്ചിരിക്കുന്നത് ആ മീഡിയത്തിന്റെ, സറൗണ്ടിങ് മീഡിയത്തിന്റെയും ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുവിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ താരതമ്യ വാല്യൂവിനനുസരിച്ചാണ് ലെൻസിന്റെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും F=R/2 എന്ന് പറയുന്ന ഇക്വേഷൻ ലെൻസിന്റെ കേസുകളിൽ ഉപയോഗിക്കരുത്. ദിസ് ഈസ് എ കോഷൻ, വേർഡ് ഓഫ് കോഷൻ. ഒരു കോമൺ എറർ കാണുന്നതാണ്. കുട്ടികൾ F=R/2 ഒപ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. ഇത് മിറേഴ്സിന് മാത്രമാണ് എന്ന് ഓർത്തിരിക്കണം. ലെൻസസിന്റെ കേസിലും റേഡിയസ് കർവേച്ചർ ഉണ്ട്, പക്ഷേ ഒരിക്കലും ലെൻസിന്റെ കേസിൽ F=R/2 അല്ല. അതിനു പകരം അതൊരു കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷനെയാണ് നിങ്ങൾ എസ് എ ആയിട്ടൊക്കെ ഡിറൈവ് ചെയ്തിട്ടുണ്ടാവും ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ F=R/2 എന്നുള്ളതിന്റെ തൽസ്ഥാനത്ത് നമ്മൾ ലെൻസിന്റെ കേസിൽ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. 1/F = നിങ്ങളിങ്ങനെ പഠിച്ചിട്ടുണ്ടാവുക μ21 okay -1 or μ-1 into 1/R1 minus 1/R2. ഈ ഇക്വേഷനെയാണ് നമ്മൾ വിളിക്കുന്നത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇവിടെ μ21 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് വൺ ആണ്. μ21 എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് μ2 - μ1 ആണ്. ശ്രദ്ധിക്കണം, ഇവിടെ 2 എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ലെൻസ് ആണ്. അപ്പം മ്യൂ ഓഫ് ദ ലെൻസ് അല്ലെങ്കിൽ ഗ്ലാസ് ഡിവൈഡഡ് ബൈ മ്യൂ ഓഫ് ദ സറൗണ്ടിങ് മീഡിയം, അത് നമ്മൾ എയർ ആണ് എടുക്കുകയാണ്. സോ മ്യൂ ഗ്ലാസ് ബൈ മ്യൂ എയർ. അപ്പം ലെൻസ് ഏത് ഗ്ലാസ് കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് മ്യൂ ഗ്ലാസ്. ചുറ്റുമുള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സാധാരണഗതിയിൽ എയർ ആണ്, അതാണ് എയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം, μ21 ഈസ് നത്തിങ് ബട്ട് mu of the lens, material of the lens divided by mu of the എന്താണ് സറൗണ്ടിങ് മീഡിയം. ഓക്കെ, അപ്പോൾ മ്യൂ ഓഫ് ദ ലെൻസ് ബൈ മ്യൂ ഓഫ് ദ മീഡിയം ആണ് വരിക എന്ന് ഓർക്കുക. അതിന് സാധാരണ നമ്മൾ മ്യൂ എന്നാണ് എഴുതാറുള്ളത്. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു കോൺവെക്സ് ലെൻസിനെ എടുത്ത്, ഒരു കോൺവെക്സ് ലെൻസ് നമുക്കറിയാം, കോൺവെക്സ് ലെൻസ് പറയുന്ന മറ്റൊരു പേരാണ് കൺവേർജിങ് ലെൻസ് അല്ലേ. കൺവേർജിങ് ലെൻസ്, കാരണം അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നു. കൺവേർജിങ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. അതുപോലെ നമ്മൾ കോൺകേവ് ലെൻസിന് ഉപയോഗിക്കുന്ന വാക്ക് നിങ്ങൾക്കറിയാം ഡൈവേർജിങ് ലെൻസ് എന്നാണ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡൈവേർജിങ് ലെൻസ്. ഞാൻ ഈ ഒരേ പേജിൽ തന്നെ കഴിയുന്നത്ര ഇൻഫർമേഷൻ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഡൈവേർജിങ് ലെൻസ് ആണിത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്, ഒരു കോൺവെക്സ് ലെൻസ് എയറിൽ വയ്ക്കുമ്പോൾ അതൊരു കോൺവെക്സ് ലെൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. പക്ഷേ അത് മറ്റൊരു മീഡിയത്തിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന് ഇതാണ് വളരെ പ്രധാനപ്പെട്ട ആശയം പറയുകയാണ്. ഒരു കോൺവെക്സ് ലെൻസ് എടുത്തു. കോൺവെക്സ് ലെൻസ് സാധാരണ ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് കരുതുക. 1.5 ആണ്. ഓക്കെ, അതിൻ്റെ ഗ്ലാസിൻ്റെ കോമൺ ഗ്ലാസ് പല വെറൈറ്റി ഉണ്ടെങ്കിലും ഗ്ലാസിൻ്റെ മ്യൂവിന് പകരം ചിലപ്പോൾ N എന്ന് ഉപയോഗിക്കാറുണ്ട് അല്ലേ. നിങ്ങൾക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് മ്യൂ എന്ന് അല്ലെങ്കിൽ N എന്ന് ഉപയോഗിക്കാറുണ്ട്. അത് 1.5 എന്നാണ് സ്റ്റാൻഡേർഡ് വാല്യൂ എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ 1.5 ആണ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് കരുതുക. ചുറ്റുമുള്ള മീഡിയം വെള്ളത്തിലാണ് വെച്ചെന്ന് കരുതുക. വെള്ളത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓർത്തിരിക്കണം 1.33 ആണ്, അല്ലെങ്കിൽ 4/3 ആണ്. മ്യൂ ഓഫ് വാട്ടർ ചില സ്റ്റാൻഡേർഡ് വാല്യൂസ് മെമ്മറൈസ് ചെയ്യണം. അത് 4/3 ആണ്. 4/3 എന്ന് പറയുന്നത് 1.33 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഗ്ലാസ് ലെൻസ്, കോൺവെക്സ് ലെൻസ് എടുത്ത് വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ ഇപ്പോഴും നിങ്ങൾ നോക്കിയേ, ഈ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള മീഡിയമായ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാളും കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ കോൺവെക്സ് ലെൻസ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യും. എന്നാൽ നമ്മൾ ഈ വാട്ടറിൽ വെക്കുന്നതിന് പകരം ഇവിടെ 1.6 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഏതെങ്കിലും ഒരു മീഡിയത്തിൽ വെച്ചു എന്ന് കരുതുക. ഓക്കെ, ഗ്ലാസിന്റെ ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ ഉയർന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഏതെങ്കിലും ഒരു മീഡിയത്തിലേക്ക് നമ്മൾ നമ്മുടെ കോൺവെക്സ് ലെൻസിനെ മാറ്റിയിട്ടുണ്ട് എങ്കിൽ ഈ കോൺവെക്സ് ലെൻസ് തന്നെ ഒരു കോൺകേവ് ലെൻസ് ആയിട്ട് ബിഹേവ് ചെയ്യും. സോ ഐ റിപ്പീറ്റ് ഇറ്റ്, if a convex lens is kept in a medium
whose refractive index is greater than the refractive index of the material of the lens, then that convex lens will behave as a concave lens or diverging lens. ഇത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന് ധാരാളം എക്സ്പ്ലനേഷൻസ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി, ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു μ2 മൈനസ് μ1 ഉണ്ട് അല്ലേ, വി ക്യാൻ സേ ദാറ്റ് μ21 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുവാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും. 1/f ഈസ് പ്രപ്പോർഷണൽ ടു μ2 ബൈ μ1 മൈനസ് 1 എന്ന് എഴുതാം. μ21 എന്നുള്ളതിനെ μ2 ബൈ μ1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു μ2 ബൈ μ1 മൈനസ് 1 എന്ന് പറയുമ്പോൾ ഈ μ2 എന്ന് പറയുന്നത് ഏതായിരുന്നു? ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു, ഞാൻ വീണ്ടും എഴുതാണ്, μ2 എന്ന് പറയുന്നത് μ ഗ്ലാസ് ആണ്, ഡിവൈഡ് μ1 എന്ന് പറയുന്ന μ ഓഫ് ദ മീഡിയം ആണ്, മൈനസ് 1 എന്ന് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇഫ് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഇഫ് μ ഓഫ് ദ ഗ്ലാസ് ഈസ് ഗ്രേറ്റർ ദാൻ μ ഓഫ് ദ മീഡിയം, അപ്പോൾ തീർച്ചയായിട്ടും μg ബൈ μm എന്ന് പറയുന്നത് 1-നേക്കാളും വലുതായിരിക്കും. ആ കേസിൽ നമുക്ക് ഫോക്കൽ ലെങ്ത് പോസിറ്റീവായിട്ട് കിട്ടും. അതായത് കോൺവെക്സ് ലെൻസ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്കറിയാം കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എഫ് ഈസ് പോസിറ്റീവ് ഫോർ കോൺവെക്സ് ലെൻസ്. സൈൻ കൺവെൻഷൻ പഠിക്കുന്നതാണ്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, എഫ് ഈസ് നെഗറ്റീവ് ഫോർ കോൺകേവ് ലെൻസ്. ഇത് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ സൈനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതേതാണ്, ഏത് സ്വഭാവമാണ് കാണിക്കുക എന്നുള്ളത്. ഓക്കെ, ഫൈൻ. ഇനി നിങ്ങൾ ഓർക്കുക, ഇഫ് μ ഓഫ് ദ ഗ്ലാസ് ഈസ് ലെസ് ദാൻ μ ഓഫ് ദ മീഡിയം, അതായത് ചുറ്റുമുള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കൂടുതൽ എന്ന് കരുതുക. ഞാനിപ്പം പറഞ്ഞ 1.6ഉം 1.5ഉം. ആ സാഹചര്യത്തിൽ μ ഗ്ലാസ് ഡിവൈഡഡ് ബൈ μ മീഡിയം എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പം ഒന്നിൽ നിന്നും കുറഞ്ഞ ഒരു സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ നെഗറ്റീവ് ആയിരിക്കും. ആ സാഹചര്യത്തിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവായി മാറുന്നു. അതായത് കോൺവെക്സ് ലെൻസ് തന്നെ ഒരു കോൺകേവ് ലെൻസായി ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ ആ സ്വഭാവം നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് പറയാം, ധാരാളം കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഒരു കോൺവെക്സ് ലെൻസിനെ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ടെങ്കിൽ ആ കോൺവെക്സ് ലെൻസ് കോൺവെക്സ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യുകയും, പക്ഷേ അതിൻ്റെ ഫോക്കൽ ലെങ്ത്തിൽ കാര്യമായ വർധനവുണ്ടാവും. ഫോക്കൽ ലെങ്ത് 4 മടങ്ങായി കൂടും. ഓർത്തുകൊള്ളുക. സോ ഇഫ് എ കോൺവെക്സ് ലെൻസ് ഹാവിംഗ് ഫോക്കൽ ലെങ്ത് എഫ് ഇൻ എയർ ഈസ് immersed in water, then the focal length of that convex lens will become 4 times. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുവാണ്, focal length in water for a convex lens will be almost equal to 4 times focal length in air. ഈ ഷോർട്ട് കട്ടുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക നന്നായിരിക്കും. ഇത് പല രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും, എന്നാലും ഷോർട്ട് കട്ടുകൾ ഓർത്തിരിക്കുക. സോ ദാറ്റ് ഇസ് അബൌട്ട് മെയിൻലി അബൌട്ട് ലെൻസസ്. ഓക്കെ, ഇനി തിരിച്ചു വരുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഞാൻ ഈ ടോപ്പിക്കുകളൊന്ന് ഡിസ്കസ് ചെയ്യാൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന 10-20 ചോദ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും അതേപടി ക്വസ്റ്റ്യൻ വരണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ടോപ്പിക് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ടോപ്പിക്കുകൾ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്, നിങ്ങൾ പഠിച്ചതാണെങ്കിൽ പോലും. സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അറിയാം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? The incident ray should be going from denser medium to rarer medium. ഇതാണ് എപ്പോഴും ആദ്യം നോക്കേണ്ടത്. ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് റേ ഓഫ് ലൈറ്റ് പോകുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കൂ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ, അല്ലേ? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഉയർന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ പതിക്കുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കൂ. ഇത് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഉള്ളത്, സൈൻ ഓഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ഈക്വൽ ടു n rarer divided by n denser. ഇങ്ങനെയാണ് വരിക കേട്ടോ. n rarer by n എന്ന് പറയുന്നത് ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, n denser വേണമെങ്കിൽ നിങ്ങൾക്ക് mu എന്ന് ഉപയോഗിച്ചോളൂ. സോ mu rarer medium divided by mu denser medium. ഇതാണ് സൈൻ സിയുടെ ഇക്വേഷൻ. സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, വാട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഗ്ലാസിൽ നിന്നും എയറിലേക്കാണ് പോകുന്നതെന്ന് കരുതുക. ഗ്ലാസിൽ നിന്നും എയറിലേക്കാണ് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? മ്യൂ റെയറർ, എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക? 1/μ ഓഫ് ഡെൻസർ മീഡിയം എന്ന് വരും. അതുകൊണ്ട് നമ്മൾ എഴുതാറുള്ളത് സൈൻ സി ഈസ് ഈക്വൽ ടു, ഏറ്റവും അവസാനം നമ്മൾ എഴുതാറുണ്ട് സൈൻ സി ഈസ് ഈക്വൽ ടു 1/μ എന്ന് എഴുതാറുണ്ട്. ഈ കേസ് ഉപയോഗിക്കേണ്ടത് സൈൻ സി ഈസ് ഈക്വൽ ടു 1/μ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും എയറിലേക്ക് അല്ലെങ്കിൽ വാക്വത്തിലേക്ക് ലൈറ്റ് പോകുന്ന സാഹചര്യത്തിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് സൈൻ സി ഈക്വൽ ടു മ്യൂ ഓഫ് ദ റെയറർ മീഡിയം ഡിവൈഡഡ് ബൈ മ്യൂ ഓഫ് ദ ഡെൻസർ മീഡിയം ആണ്. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞു വെക്കുകയാണ്.
ഇനി ഇതുമായി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത് എന്താണ്, ദർ ഈസ് നോൺ ആസ് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്ത് അല്ലെ. റിയൽ ഡെപ്ത് അപ്പാരന്റ് ഡെപ്ത് പ്രോബ്ലങ്ങൾ വളരെ പ്രധാനമായിട്ട് ചോദിക്കുന്നതാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. റിയൽ ഡെപ്ത് അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള റിലേഷൻ എന്താ വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ മ്യൂ n അല്ലെങ്കിൽ ഞാൻ അതിന് പകരം മ്യൂ എന്ന് ഉപയോഗിക്കുകയാണ്. മ്യൂ ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത് എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കണം. റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡെൻസർ മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ റെയറർ മീഡിയം ഓർത്തിരിക്കുക. ഇവിടെയാണ് ഈ കേസിലാണ് നമുക്ക് എന്താ ഒരു ഫിഷ് അല്ലെ, വെള്ളത്തിന്റെ താഴെ ഒരു മത്സ്യം ഉണ്ടെന്ന് കരുതുക. മുകളിൽ നിന്ന് കുളത്തിന്റെ കരയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ആ ഫിഷ് ഏറ്റവും താഴെയുള്ളതിന് പകരം ഉയർന്നതായിട്ട് തോന്നും, പക്ഷെ ശരിക്കും അത് താഴെയായിരിക്കും. അപ്പോൾ എത്രത്തോളം ഫിഷിന്റെ പൊസിഷൻ ഉയർന്നിരിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യം വരുമ്പോൾ അവിടെയൊക്കെ റിയൽ ഡെപ്ത് അപ്പാരന്റ് ഡെപ്ത് റിലേഷൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മളൊരു നോർമൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തിരുന്നു. എത്രത്തോളം താഴെയുള്ള ഒരു വസ്തു എത്രത്തോളം ഉയർന്നതായിട്ട് കാണപ്പെടുന്നു അതിനെയാണ് നമ്മൾ നോർമൽ ഷിഫ്റ്റ് എന്ന് വിളിക്കുക. നോർമൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ഡെപ്തിന്റെയും അപ്പാരന്റ് ഡെപ്തിന്റെയും ഡിഫറൻസ് ആണ് എന്ന് ഓർത്തിരിക്കണം. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് നോർമൽ ഷിഫ്റ്റ്. അതിനെ നമുക്ക് വേണമെങ്കിൽ റിയൽ ഡെപ്ത് എന്നുള്ളതിനെ നമുക്ക് ടി എന്ന് വിളിച്ചാൽ അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് ടി ബൈ മ്യൂ ആയിരിക്കും. മ്യൂ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം, ടി കോമൺ ആയിട്ട് എടുക്കുവാണ് ടി ഇൻറ്റു 1 മൈനസ് 1 ബൈ മ്യൂ. ഇതാണ് റിയൽ ഡെപ്ത് അപ്പാരന്റ് ഡെപ്തുമായിട്ട് ബന്ധപ്പെടുത്തി നോർമൽ ഷിഫ്റ്റിന്റെ ഇക്വേഷൻ. ഇനി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഡിവൈസുകളെ പറ്റി ഒന്ന് ഓർത്തിരിക്കണം. ഒരു പ്രധാനപ്പെട്ട ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്, ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഓരോ ഫിനോമിനയുടെയും ഡിവൈസുകൾ ഓർക്കുക. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആധാരമാക്കി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡിവൈസ് നിങ്ങൾക്ക് പരിചയമുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഫോർമേഷൻ ഓഫ് റെയിൻബോ ഒക്കെ പറയുമ്പോഴും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒരു സ്വാധീനമുണ്ടോ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഫിനോമിന. നമുക്കറിയാം ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ ലൈറ്റിന്റെ സ്പ്ലിറ്റിംഗ് ആണ് അല്ലെ. സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻടു ഇറ്റ്സ് കോൺസ്റ്റുവന്റ് കളേഴ്സ് ഈസ് നോൺ ആസ് വാട്ട്, ഡിസ്പേർഷൻ. അപ്പോൾ ഡിസ്പേർഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് പ്രിസമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്താണ് പഠിച്ചതെന്ന് ഓർത്ത് ചെയ്യാം. സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രിസത്തെ പറ്റി പഠിക്കുന്നത്. സോ വി ലേൺ അബൌട്ട് എ പ്രിസം. പ്രിസം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇക്വിലാറ്ററൽ പ്രിസമാണ്. ഇക്വിലാറ്ററൽ പ്രിസത്തിന്റെ കേസിൽ നമ്മൾ കുറേ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഇങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത്. ഒരു ഇക്വിലാറ്ററൽ പ്രിസം, ഇക്വിലാറ്ററൽ എന്ന് പറയുമ്പോൾ ഇവിടെ ആംഗിൾ എല്ലാം 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഓഫ് ദ പ്രിസം എ ഈക്വൽ ടു 60 ഡിഗ്രി ആണ് എങ്കിലാണ് നമ്മൾ ഇക്വിലാറ്ററൽ പ്രിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, 3 ആംഗിൾസും തുല്യമാണ്. അപ്പോൾ ഒരു പ്രിസത്തിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ, ഒരു കോമ്പോസിറ്റ് ലൈറ്റ് വന്ന് വീഴുമ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ്, ഒരു കോമ്പോസിറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് വന്ന് വീണാൽ, വൈറ്റ് ലൈറ്റിൽ വിബ്ജിയോർ ഉണ്ടെന്ന് അറിയാം, ഇത് നേരെ പോകേണ്ട ഈ ലൈറ്റ് ഇവിടുന്ന് ബെൻഡ് ചെയ്യുകയും അതിന്റെ കോൺസ്റ്റുവന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യുന്നു നമ്മൾ പഠിച്ചു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഏത് ലൈറ്റ് ആണ് ഇതിന്റെ ബേസിന്റെ നേരെ വരിക. ഇപ്പോഴും ഓർത്തിരിക്കണം, വയലറ്റ് ലൈറ്റ് ആണ് ബേസിന് അടുത്ത് വരിക, ബേസിൽ നിന്നും മുകളിലേക്ക് ഡയറക്ട് റേയോട് ഏറ്റവും അടുത്ത് വരിക റെഡ് ആണ്. ഈ ഓർഡർ ഓർത്തിരിക്കണം. ഇതിനിടയ്ക്ക് വിബ്ജിയോർ മുഴുവൻ വരും. ഓക്കെ, സോ വയലറ്റ് വിൽ ബി കമ്മിങ് ടുവേർഡ്സ് ദ ബേസ്. അതിന്റെ അർത്ഥം ഇതാണ്, ഏറ്റവും കൂടുതൽ ഡീവിയേറ്റഡ് ആവുക. ഓക്കെ, ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ ഡയറക്ഷൻ എന്നാണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ നമ്മൾ ഡെൽറ്റ എന്നാണ് വിളിച്ചിരുന്നത്. ഡെൽറ്റ ഫോർ വയലറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ഫോർ റെഡ് എന്നുള്ള കാര്യവും ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഇനി അതോടൊപ്പം തന്നെ ഞാൻ അടുത്ത പേജിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കാനുള്ള കാര്യമുണ്ട്, പ്രിസത്തിന്റെ കേസിൽ നമ്മളൊരു പ്രിസം ഫോർമുല പഠിക്കുന്നുണ്ട്. എന്താണത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം മ്യൂ ഈസ് ഈക്വൽ ടു സൈൻ അല്ലെ എ പ്ലസ് ഡെൽറ്റ എം, അല്ലെങ്കിൽ ഡെൽറ്റ എമ്മിന് വരെ ചിലപ്പോൾ നിങ്ങൾ ചില പുസ്തകങ്ങളിൽ ഡി എം എന്നായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു ഡി എം ഈക്വൽ ടു ഡെൽറ്റ എം. ഇതിലേതാണോ നിങ്ങൾ ഉപയോഗിച്ചത് അത് ഉപയോഗിക്കുക. ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. Sin A by 2. So this is the equation. Mu equal to sin A plus delta M by 2 by sin A by 2. ഇനി നിങ്ങൾ ഈ പ്രിസം ഫോർമുല നിങ്ങൾ ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൽ ഡെൽറ്റ എം എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണ്. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ ആ മിനിമം ഡീവിയേഷന്റെ ചില പ്രത്യേകതകളും കൂടെ ഓർത്തിരിക്കണം. സോ അറ്റ് മിനിമം ഡീവിയേഷൻ അറ്റ് ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ എം ഓർത്തിരിക്കാൻ പ്രത്യേകത. ഒരു കാര്യം ഓർത്തിരിക്കാനുള്ളത്, റിഫ്രാക്റ്റഡ് റേ വിൽ ബിക്കം പാരലൽ ടു ദ ബേസ് ഓഫ് ദ പ്രിസം.
ഓക്കെ, അപ്പോൾ അതായത് ഇതാണ് പ്രിസത്തിന്റെ ബേസ്. ഈ വരുന്ന റേ ഇതിന്റെ ഉള്ളിൽ ബേസിന് നേരെ പാരലായിട്ട് പോകും. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും തുല്യമായിരിക്കും. സോ ദിസ് റിഫ്രാക്റ്റഡ് റേ വിൽ ബിക്കം പാരലൽ ടു ദ ബേസ് ഓഫ് ദ പ്രിസം. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും പ്രോബ്ലത്തിൽ കണ്ടുകൊണ്ടോ മനസ്സിലാക്കണം, ദ പ്രിസം ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മിനിമം ഡീവിയേഷൻ. രണ്ടാമതുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ്, ഐ വിൽ ബി ഈക്വൽ ടു ഇ. മാത്രമല്ല മൂന്നാമതുള്ള പ്രത്യേകത, റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻസൈഡ് ഓൺ ദ ഫസ്റ്റ് ഫേസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓൺ ദ സെക്കൻഡ് ഫേസ്. അപ്പോൾ നമ്മൾ ഇതിനെ ആർ എന്ന് വിളിക്കാം. ഇത് മാത്രമല്ല നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, എ പ്ലസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ഇ. ഓർക്കുന്നുണ്ടാവും, നമ്മൾ ലെൻസ് പ്രിസം ഫോമുല ഡിറൈവ് ചെയ്യുമ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ഇക്വേഷൻ ആണ് എ പ്ലസ് ഡെൽറ്റ ഈക്വൽ ടു ഐ പ്ലസ് ഇ എന്നുള്ളത് കണ്ടത്. അപ്പോൾ ഇതിൽ വെൻ ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ എം, ഐയും ഇയും തുല്യമാണ്. സോ എന്ത് സംഭവിക്കുന്നു, എ പ്ലസ് ഡെൽറ്റ എം അല്ലെ, എ പ്ലസ് ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു 2i എന്ന് വരികയും ഐ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡെൽറ്റ എം ബൈ 2 ആവുന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മാത്രമല്ല R1 R2 തുല്യമാണ്. അതിൽ വേറെ പ്രത്യേകതയുണ്ട്, എന്താണ്, R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു എ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് 2R ഈക്വൽ ടു എ എന്ന് എഴുതും. അപ്പോൾ R ഈക്വൽ ടു എന്ത് കിട്ടും, എ ബൈ 2 കിട്ടും. ഇനിയാണ് നമ്മൾ സ്നെൽസ് ലോ ഉപയോഗിച്ചുകൊണ്ട് n ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ എന്ന സ്നെൽസ് ലോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഈ ഒരു ഇക്വേഷൻ ലെൻസ് ഫോമിൽ പ്രിസം ഫോമിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഇനി സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ഫിനോമിനൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, വൈറ്റ് കളർ ഓഫ് ദ ക്ലൗഡ്സ് അല്ലെങ്കിൽ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, ഇതൊക്കെ നമ്മൾ സ്കാറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതാണ്. ഇനി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മൈക്രോസ്കോപ്പുകളെ പറ്റിയും ടെലിസ്കോപ്പുകളെ പറ്റിയും പഠിക്കുന്നു. അതിൽ മൈക്രോസ്കോപ്പ്, സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. മൈക്രോസ്കോപ്പുകളുടെ രണ്ട് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്ന് ആണ് രണ്ട് കോമൺ ആയിട്ട് പറയുന്നതാണ്, ഒന്ന് മാഗ്നിഫൈയിങ് പവർ ആണ്, മറ്റൊന്ന് റിസോൾവിങ് പവർ ആണ്. ഇതിന്റെ രണ്ടിന്റെയും കറസ്പോണ്ടിങ് ഇക്വേഷൻസ് നിങ്ങൾ ഒന്നും കൂടെ റീകോൾ ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്, മാഗ്നിഫൈയിങ് പവറും റിസോൾവിങ് പവറും. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫൈയിങ് പവർ എന്ന് പറയുന്നത് എന്താണ്, നോർമൽ അഡ്ജസ്റ്റ്മെന്റിൽ d/f ആണെന്നും, ഓക്കെ, ഫോർ when the image is formed at least distance of distinct division, magnifying power is equal to 1 plus d/f ആണെന്ന് നിങ്ങൾ പഠിച്ചത് ഓർത്തിരിക്കുക. അതുപോലെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ കേസിൽ നമുക്കറിയാം, മാഗ്നിഫൈയിങ് പവർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെയും അതുപോലെ നമ്മളുടെ മാഗ്നിഫൈയിങ് പവർ എന്ന് പറയുന്നത് ഐപീസ് ലെൻസിന്റെയും മാഗ്നിഫൈയിങ് പവേഴ്സിന്റെ അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷന്റെ പ്രൊഡക്റ്റ് ആണ്. സോ ഇറ്റ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് MO ആൻഡ് ME, O ഒബ്ജക്റ്റീവ്, E ഐപീസ് അല്ലേ. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഒന്നുകിൽ നമുക്കറിയാം -L ബൈ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഇൻറ്റു 1 പ്ലസ് d/FE. ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇനി ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പിന്റെ കേസിൽ നമ്മൾ സാധാരണഗതിയിൽ റിസോൾവിംഗ് പവറിനെ പറ്റിയാണ് പറയുക. ഓക്കെ, ടെലിസ്കോപ്പിന്റെ കേസിൽ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിസോൾവിംഗ് പവർ ആണ്. ഓക്കെ, റിസോൾവിംഗ് പവർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താണ്, മാഗ്നിഫൈയിങ് പവർ ഉണ്ട്. സോ മാഗ്നിഫൈയിങ് പവർ ഓഫ് ആൻ ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് ഇൻ നോർമൽ അഡ്ജസ്റ്റ്മെന്റ്, ഓക്കെ, നിങ്ങൾ ഈ ടോപ്പിക്കുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -FO/FE. ഓക്കെ, FO എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ആണ്, FE എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐപീസ് ആണ്. ഇവിടെ നമ്മൾ ട്യൂബ് ലെങ്ത് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയെ പറ്റി പഠിക്കും. ടെലിസ്കോപ്പിന്റെ ട്യൂബ് ലെങ്ത് ഇൻ നോർമൽ അഡ്ജസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് FO ആൻഡ് FE. സോ ദാറ്റ് ഈസ് FO പ്ലസ് FE. അതുപോലെ നമ്മൾ അവസാനമായിട്ട് ഐ ഡിഫക്ട്സ്, കോമൺ ഐ ഡിഫക്റ്റുകളും അതിന്റെ കറക്ഷനും എന്താണ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഷോർട്ട് സൈറ്റഡ്നെസ് അഥവാ മയോപ്പിയ, ഓക്കെ, അതുപോലെ ലോങ് സൈറ്റഡ്നെസ് അഥവാ ഹൈപ്പർമെട്രോപ്പിയ, ഓക്കെ, അതുപോലെ അസ്റ്റിഗ്മാറ്റിസം കറക്റ്റ് ഓരോന്ന്. ഓക്കെ, ഹൈപ്പർമെട്രോപ്പിയ, നിങ്ങൾ ഇതിൽ മയോപ്പിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കണം. ഹൈപ്പർമെട്രോപ്പിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണെന്ന് ഓർത്തിരിക്കണം. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന പ്രശ്നം, അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന പ്രോബ്ലം, ഓക്കെ, കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സിലിണ്ട്രിക്കൽ ലെൻസുകളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട റേ ഒപ്റ്റിക്സ് ടോപ്പിക്കുകൾ. ഞാനിനി അവശേഷിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പ്രോബ്ലങ്ങളിലേക്ക് കടക്കാം. സോ ഐ തിങ്ക് ഡ്യൂറിംഗ് ദ ഡിസ്കഷൻ ഐ വിൽ ഗിവ് യു മോർ ഇൻപുട്സ്. ഓക്കെ, താങ്ക് യു. യെസ്, okay, fine. So please be ready with your pen and paper, okay, to solve the problem along with me. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം.
So the first question here is an object is placed at 20 centimeter. ഓക്കെ, അപ്പോൾ നമ്മൾ ഉടനെ എഴുതുവാണ് u ഈസ് ഈക്വൽ ടു, നമുക്കറിയാം സൈൻ കൺവെൻഷൻ പ്രകാരം മിററിന്റെ കേസിൽ എപ്പോഴും ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, കോമൺ കേസസ്. സോ -20 സെന്റിമീറ്റർ ഞാൻ എഴുതി. കോൺവെക്സ് മിററോ കോൺകേവ് മിററോ ആയിക്കോട്ടെ, ഒബ്ജക്ട് ഡിസ്റ്റൻസ് നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഇനി ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ ശ്രദ്ധിച്ചോണം, പ്രൊഡ്യൂസസ് 3 times മാഗ്നിഫൈഡ് റിയൽ ഇമേജ്. ഓരോ വാക്കുകളും പ്രധാനപ്പെട്ടതാണ്. 3 times എന്ന് പറയുമ്പോൾ നമുക്കറിയാം എം, ലീനിയർ മാഗ്നിഫിക്കേഷൻ എം എന്ന് പറയുന്നത് എന്താണ്? സി ദാറ്റ് ഈസ് ഈക്വൽ ടു 3 അല്ലെ, മാഗ്നിറ്റ്യൂഡ് 3 ആണ്. റിയൽ ഇമേജ് എന്ന് പറയുന്നുണ്ട്. റിയൽ ഇമേജിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം സൈൻ കൺവെൻഷൻ പ്രകാരം ഓർത്തിരിക്കണം. സോ ഫോർ റിയൽ ഇമേജ് മാഗ്നിഫിക്കേഷൻ ഈസ് ടേക്കൺ ടു ബി നെഗറ്റീവ്. ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് സൈൻ കൺവെൻഷൻ. അപ്പോൾ ഞാനിവിടെ എം ഈക്വൽ ടു -3 എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് എന്താ നമുക്ക് കണ്ടുപിടിക്കണം നോക്കാം. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺകേവ് മിറർ? എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോക്കൽ ലെങ്ത് എഫ് എന്താണെന്ന ചോദ്യം. സോ വാട്ട് ഈസ് എഫ്? നമ്മൾ ഇത്രയും ഡേറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്, ഇതിൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ യു ഉണ്ട്, എഫ് ആണ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു മിററിന്റെ കേസിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? 1/f ഈക്വൽ ടു, മിറർ ഫോമിലാണ് നേരിട്ട് 1/f ഈക്വൽ ടു 1/u പ്ലസ് 1/v യൂസിങ് പ്രോപ്പർ സൈൻ കൺവെൻഷൻ. ഇതിൽ യു തന്നിട്ടുണ്ട്, വി തന്നിട്ടില്ല, എഫ് കണ്ടുപിടിക്കണം. അപ്പൊ വിക്ക് പകരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എം തന്നിരിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ എമ്മിന്റെ ഡെഫിനിഷനിലേക്ക് പോകണം. See, for a mirror, the linear magnification is given by -v/u. -v/u എന്നുള്ളതാണ് മിററിന്റെ ലീനിയർ മാഗ്നിഫിക്കേഷന്റെ കോമൺ ഇക്വേഷൻ. ഈ കോമൺ ഇക്വേഷൻ പറയാൻ കാരണം ഇത് നമുക്ക് കോൺവെക്സ് മിററിനും കോൺകേവ് മിററിനും ഉപയോഗിക്കാൻ പറ്റും വിത്ത് പ്രോപ്പർ സൈൻ കൺവെൻഷൻ. അപ്പോൾ നമുക്കിവിടെ നോക്കാം, എം ഈക്വൽ ടു -v/u എന്നാണ് തന്നിരിക്കുന്നത്. അതിന് നമുക്ക് -3 എന്ന് കൊടുക്കാം. സോ എന്താ സംഭവിക്കുക ഇവിടെ? സോ therefore ഞാൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് കരുതുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? v ഈസ് ഈക്വൽ ടു -mu എന്ന് കിട്ടും. കോമൺ ഇക്വേഷൻ v ഈക്വൽ ടു -mu. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ u ഉണ്ട്, m ഉണ്ട്. മൈനസ് ഇക്വേഷന്റെ ഭാഗമായിട്ടുള്ള മൈനസ് ആണ്, അത് അവിടെ തന്നെ വെക്കണം. എമ്മിന്റെ വാല്യൂ നമ്മുടെ പ്രത്യേക പ്രോബ്ലത്തിൽ റിയൽ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ -3 എന്ന് എടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ -3 എന്ന് കൊടുക്കുക. യുവിന്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് -20 എന്നാണ്. അപ്പോൾ ഈ മൈനസ് ആദ്യം പ്ലസ് ആയി, പിന്നെ മൈനസ് ആയി. അപ്പം 320 എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ 60 സെന്റിമീറ്റർ ആണ് നമ്മളുടെ എന്താണ് ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. ഇനി വളരെ എളുപ്പമല്ലേ, നോക്കൂ. സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ 1/u. അപ്പോൾ നമുക്കിതിനെ നമുക്കൊന്ന് റെസിപ്രോക്കൽ എടുക്കാം. ഓർ യു ക്യാൻ ടേക്ക് ദ LCM. എന്താ അത്? u പ്ലസ് v ബൈ uv എന്നായിട്ട് മാറും. സോ ദാറ്റ് ഈസ് 1/f. ഓർ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? uv ഡിവൈഡ്, അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, uv ഡിവൈഡഡ് ബൈ u പ്ലസ് v ആണ്. ഇനി വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. u എന്ന് പറയുന്നത് വീണ്ടും -20 ആണ് ഇവിടെ, ഇൻറ്റു v എന്നുള്ളത് നമുക്ക് +60 എന്ന് കിട്ടിയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ എന്താണ്? v is equal to it will be minus, right? ഓക്കെ, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ മിററിന്റെ കേസിൽ എപ്പോഴും ഇതിങ്ങനെ വരുള്ളൂ. റിയൽ ഇമേജിന് എപ്പോഴും വിയും മൈനസ് ആയിരിക്കും. സോ -60 എന്നാണ് കിട്ടിയിരിക്കുന്നത്. u പ്ലസ് v എന്ന് പറയുന്നത് എന്താ വരും? അപ്പോൾ ഇവിടെ -20 then -60 അല്ലേ, പ്ലസ് എന്നുള്ള -60. സോ വാട്ട് യു ഗോയിങ് ടു ഗെറ്റ്, മുകളിൽ ന്യൂമറേറ്ററിൽ പോസിറ്റീവ് ആയിട്ട് മാറും. സോ ഇറ്റ് വിൽ ബി 1200, ഓർ യു കൻ ജസ്റ്റ് ക്യാൻസൽ അവേ ഓൾ ദ സീറോസ് ആൻഡ് ഓൾ. 1200 ഡിവൈഡഡ് ബൈ -80 എന്ന് വരും. സോ ലെറ്റ് മീ ജസ്റ്റ് സിംപ്ലിഫൈ ഇറ്റ്. സോ ദാറ്റ് ഈസ് 120/8. ഓക്കെ, -6. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു -15, റൈറ്റ്? -15 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ കിട്ടിയ ആൻസർ എത്രയാണ്? -15 സെന്റിമീറ്റർ എന്നാണ്. മൈനസ് എന്ന് കിട്ടാനുള്ള കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സൈൻ കൺവെൻഷൻ പ്രകാരം ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിററും കോൺകേവ് ലെൻസും എപ്പോഴും നെഗറ്റീവ് എന്ന് കിട്ടണം. സൈൻ കൺവെൻഷൻ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് ഓഫ് എഫ് ഓഫ് കോൺകേവ് മിറർ ഷുഡ് ബി നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ സൈൻ കൺവെൻഷൻ കറക്റ്റ് ആയിട്ടാണോ അപ്ലൈ ചെയ്തെന്നുള്ളത് നമ്മുടെ ഫൈനൽ ആൻസറിന്റെ സൈൻ കൺവെൻഷൻ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഏതായാലും നമ്മുടെ ആൻസറിൽ അത് പ്രതീക്ഷിക്കണമെന്നില്ല. +15 എന്നും -15 എന്നും ആൻസറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ -15 എന്നുള്ള ആൻസർ ചൂസ് ചെയ്യണം. ഇവിടെ എല്ലാത്തിൻ്റെയും സൈൻ ഒന്നായിട്ടാണ് കൊടുത്തത്. അപ്പോൾ സൈൻ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്നാണ് നമ്മൾ ആൻസറിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയുള്ള ഉത്തരം 15 സെന്റിമീറ്റർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ. ഇനി ബിഫോർ, ഓക്കെ, ഇത് നമ്മൾ മുൻപോട്ടേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ഇതൊന്ന് കറക്റ്റ് ആണോ എന്നൊന്ന് ആദ്യം വെരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്താണ് കറക്റ്റ് ആണോ വെരിഫൈ ചെയ്യുന്നത്? സോ നമുക്കറിയാം ലെൻസിന്റെ മിററിന്റെ ഒബ്ജക്റ്റ് ഇമേജ് പൊസിഷനുകൾ തമ്മിലുള്ള ബന്ധം നിങ്ങളൊരു ടേബിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതിൽ നമുക്കറിയാം
ഇപ്പോൾ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ യു എന്ന് പറയുന്നത് എത്രയാണ്? ഒബ്ജക്ട് പൊസിഷൻ 20. എഫ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? എഫ് 15 സെന്റിമീറ്റർ നമുക്ക് കിട്ടിയത്. എഫ് 15 സെന്റിമീറ്റർ ആണെങ്കിൽ 2F എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഞാൻ 2F കാൽക്കുലേറ്റ് ചെയ്യുന്നു, ക്രോസ് ചെക്ക് ചെയ്യാണ് കേട്ടോ. ലോജിക്കൽ കറക്റ്റ്നസ് എപ്പോഴും ചെക്ക് ചെയ്യണം. ഈ ലോജിക്കൽ കറക്റ്റ്നസ് ചെക്ക് ചെയ്യുന്നത് വഴിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലത്തിന്റെ കറക്റ്റ് ആൻസർ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എഫ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ, 2F 30 സെന്റിമീറ്റർ. ഇനി നമ്മുടെ യു എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് 20 സെന്റിമീറ്റർ. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ബിറ്റ്വീൻ എഫ്. സോ ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F എന്ന് പറയുന്ന പൊസിഷനില്ല. എഫിന്റെയും അല്ലെ പ്രിൻസിപ്പൽ ഫോക്കസിന്റെയും ട്വൈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്, എഫ് ആൻഡ് 2F. 2F എന്ന് പറയുന്നത് മിററിന്റെ കേസിൽ R ആണെന്നറിയല്ലോ. സോ ഇറ്റ് ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് R. ഫോക്കസിന്റെയും റേഡിയസ് കർവേച്ചറിന്റെ ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. 20 ഈസ് ബിറ്റ്വീൻ 15 ആൻഡ് 30. ഇങ്ങനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ആർ, എവിടെയാണ് ഇമേജ് ഉണ്ടാവേണ്ടത്? സോ ഇമേജ് നമുക്കറിയാം ബിറ്റ്വീൻ എഫ് ആൻഡ് ആർ ആണെങ്കിൽ ഇമേജ് ഷുഡ് ബി ബിയോണ്ട് സി ആണ്. ബിയോണ്ട് സി ആണ് ഉണ്ടാവേണ്ടത് അല്ലേ? ഓക്കെ, ബിറ്റ്വീൻ എഫ് ആൻഡ് ആർ എന്നല്ല നമ്മൾ പറയേണ്ടത്, എഫ് ആൻഡ് സി അല്ലേ? ഓക്കെ, സോ ബിറ്റ്വീൻ എഫ് ആൻഡ് സി എന്ന് പറയാം. സോ ബിയോണ്ട് സി ആണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെ വി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എവിടെയായിരിക്കണം? അത് 30-യുടെയും പുറകിലാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് 60 എന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ ലോജിക്കലി നമുക്ക് അതിന്റെ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. സമയം ഉണ്ടെങ്കിൽ അങ്ങനെ കൂടെ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ഫൈൻ. ദാറ്റ്സ് അബൌട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. ഇവിടെ വീണ്ടും മിറർ തന്നെയാണ്. ഓഫ് ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ. ദ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ഈസ്. ഓക്കെ, നമുക്ക് വീണ്ടും ഇതിലേക്ക് പോകാം. ഇത് നമുക്ക് നേരിട്ട് പറയാൻ പറ്റും. യു ഈസ് ഈക്വൽ ടു -40 സെന്റിമീറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്കഷൻ ഇവിടെ ഉപകാരപ്രദമാവും. യു ഈക്വൽ ടു -40 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു ഞാൻ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്നുള്ളൂ. യു എഫ് ഈക്വൽ ടു -20 സെന്റിമീറ്റർ അല്ലെ? -20 സെന്റിമീറ്റർ. നോക്കിയേ, യുവും എഫും തമ്മിലുള്ള ബന്ധം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാ? ഇമേജിന്റെ പ്രത്യേകതയെ പറ്റിയിട്ടാണ് ചോദ്യം. വാട്ട് ഇമേജിന്റെ പ്രത്യേകത? അപ്പോൾ ഇമേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ പൊസിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പം ആദ്യം ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെ നോക്കണം? എഫ് 20 സെന്റിമീറ്റർ ആണ്. മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ മതി. യു എന്ന് പറയുന്നത് 40 ആണ്. therefore ഒബ്ജക്റ്റ് ഈസ് അറ്റ് എവിടെയാണ്? ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് വാട്ട്? നിങ്ങൾക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് അറ്റ് സി അല്ലേ? 2R അല്ലേ? എഫ് ഈക്വൽ 2R ആണ്. ഓക്കെ, അപ്പോൾ യു എന്ന് പറയുന്നത് കൃത്യം ഇതിലാണ്. അപ്പോൾ എന്താ പറയേണ്ടത്? ഓ ഈസ് അറ്റ് സി. ഒബ്ജക്റ്റ് സിയിൽ തന്നെ ഉണ്ടായി. സെൻട്രൽ കർവേച്ചർ ഓഫ് ദ മിററിലാണ്. ഇങ്ങനെയാണല്ലോ മിറർ ഉണ്ടാവുക അല്ലേ? സോ കോൺകേവ് മിറർ ആണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം ഇതാണ് മിററിന്റെ കംപ്ലീറ്റ് ഡയമെൻഷൻ. സോ ദിസ് ഈസ് എ തിങ്. ഇതാണ് സെൻട്രൽ ഓഫ് കർവേച്ചർ. ഇവിടെ പ്രിൻസിപ്പൽ ഫോക്കസ് ഒത്ത നടുക്കായിരിക്കും. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ യു എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ -40 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതാണ് യു എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം അത് സെൻട്രൽ കർവേച്ചറിലാണ്. നിങ്ങൾക്ക് അറിയാം ഇനി ഒബ്ജക്റ്റ് സിയിലാണെങ്കിൽ ഇമേജ് എവിടെ തന്നെ ഉണ്ടാവുക? ഇമേജ് therefore ഉടനെ പറയാം ഇമേജ് ഈസ് ഓൾസോ അറ്റ് സി. സെൻട്രൽ കർവേച്ചർ തന്നെ ഇമേജ് ഉണ്ടാവണം. എന്തൊക്കെ അതിന്റെ പ്രത്യേകത? സെയിം സൈസ് ആയിരിക്കും. പിന്നെന്തായിരിക്കും? റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. ഇത് നിങ്ങൾ ആ ടേബിൾ പഠിച്ച് ഓർമ്മയുണ്ടാവും. 10ാം ക്ലാസ് തൊട്ട് പഠിച്ചു വരുന്ന ടേബിൾ ആണ്. ആ ടേബിൾ ഒന്ന് എപ്പോഴും റീകളക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, സോ വാട്ട് ഇസ് യുവർ ആൻസർ? റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് സെയിം സൈസ്. സോ ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. ഒരു വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ട് മാറുന്നു ഇത്. നിങ്ങൾ ജസ്റ്റ് ആ ടേബിളും പ്രോപ്പർട്ടീസും മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. ഓക്കെ, വി ഷാൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. Any doubts regarding these two problems so far, please? No, sir. ഓക്കെ, നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണോ? സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. യാ, സോ ഞാൻ പ്രൊസീഡ് ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഓക്കെ പ്ലീസ് പാർഡൺ മീ ഫോർ ദ നെറ്റ്വർക്ക് ഇഷ്യൂസ്. ഞാൻ ഏതായാലും ഇത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഐ വിൽ ഡു ദാറ്റ്. ഓക്കെ, താങ്ക് യു. സോ ഐ എം ക്യാരിങ് ഓൺ. സോ ഐ എം ഗോയിങ് ടു ദ തേർഡ് പ്രോബ്ലം. ഓക്കെ, തേർഡ് പ്രോബ്ലം നോക്കാം. ഇതൊരു പ്രോബ്ലം ആണ്. പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കും കൂടിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഈസ് 5890 ആങ്സ്ട്രം. അപ്പോൾ ഞാൻ ലാംഡ എന്ന് വേഗം എഴുതുകയാണ്. ഓക്കെ,
5890 ആങ്സ്ട്രോം ആണ് വേവ് ലെങ്ത്. ദെൻ ഇറ്റ്സ് വേവ് ലെങ്ത് ഇൻ ഗ്ലാസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 വിൽ ബി. ഓക്കെ, സോ മ്യൂ എന്ന് പറയുന്ന മീഡിയത്തിന്റെ വാക്വത്തിൽ ഇതാണ്. ഓക്കെ, അപ്പം മ്യൂ ഇൻ മീഡിയം എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഞാൻ ആ ടോപ്പിക്ക് ഇവിടെ പറഞ്ഞേക്കാം, ശ്രദ്ധിക്കണം. ലൈറ്റ്, ഓക്കെ, ഇത് ലൈറ്റ് ആണെന്ന് കരുതുക. ലൈറ്റ് നമ്മൾ റേ ആയിട്ട് കരുതുന്നെങ്കിൽ പോലും മനസ്സിൽ നിങ്ങൾക്കറിയാം ലൈറ്റിന് ഒരു വേവ് സ്വഭാവം കൂടിയുണ്ട്. അപ്പം ലൈറ്റിന്റെ വേവ് സ്വഭാവത്തിൽ 3 പ്രോപ്പർട്ടീസ് അല്ലേ ഉള്ളൂ. എന്താണ്? ഒന്ന് വേവ് ലെങ്ത് ലാംഡ, മറ്റൊന്ന് ഫ്രീക്വൻസി ന്യൂ അല്ലെങ്കിൽ എഫ്, പിന്നെന്താണ്? സ്പീഡ് വി അല്ലെങ്കിൽ സി. ഓക്കെ, ഈ 3 സ്വഭാവങ്ങളാണ് ലൈറ്റിന്റെ വേവിന്റെ പ്രത്യേകത. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഇതാണ്, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? സ്പീഡ് സി ഈക്വൽ ടു ന്യൂ ലാംഡ അല്ലെ വി ഈക്വൽ ടു ന്യൂ ലാംഡ. ഇതാണ് ഏതൊരു വേവിൻ്റെയും, അത് സൗണ്ട് വേവ് ആയിക്കോട്ടെ, ലൈറ്റ് വേവ് ആയിക്കോട്ടെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്തും ആയിക്കോട്ടെ, എല്ലാ വേവുകളുടെയും വെലോസിറ്റി അഥവാ സ്പീഡും ഫ്രീക്വൻസിയും വേവിലും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വി ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയുന്നതാണ്. ഇനി നമുക്കിത് എയർ അല്ലെങ്കിൽ വാക്വം ആണെന്ന് കരുതുക. ഫസ്റ്റ് മീഡിയം എയർ അല്ലെങ്കിൽ വാക്വം ആണ് എന്ന് കരുതുക. എയർ അഥവാ വാക്വം ആണെങ്കിൽ വി എന്ന് പറയുന്നതിന് പകരം സി എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ ബന്ധം എന്തായിരിക്കും? വാക്വത്തിൽ അല്ലെങ്കിൽ എയറിലെ സി ഈക്വൽ ടു ന്യൂ ലാംഡ. സിയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓർത്തിരിക്കുന്ന വാല്യൂ ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് 3 × 10⁸ m/s. ഓക്കെ, അപ്പൊ ഈ വാല്യൂ അറിയാം. ഇനി ഇത് ഒരു മീഡിയത്തിൽ നിന്നും റിഫ്രാക്ട് ചെയ്ത് മറ്റൊരു മീഡിയത്തിലേക്ക് പോയി എന്ന് കരുതുക. ഞാനിപ്പോൾ റേ ഒപ്റ്റിക്സിന്റെ ചിത്രം ഇങ്ങനെ വരയ്ക്കുകയാണ്. വേവ് ഒപ്റ്റിക്സിന്റെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വേറൊരു മീഡിയത്തിലേക്ക് പോയി. ഇത് മീഡിയം ആണ്. സോ ദിസ് ഈസ് എ മീഡിയം. ഈ മീഡിയം എന്ന് പറയുന്നത് എന്തും ആവാം. ഇത് വാട്ടർ ആവാം, ഗ്ലാസ് ആവാം, ഏതൊരു ലിക്വിഡോ ഫ്ലൂയിഡോ എന്തും ആവാം. ഓക്കെ, സോ വാട്ടർ, ഗ്ലാസ് എക്സെട്ര. ഈ മീഡിയത്തിന് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഞാൻ മ്യൂ എന്ന് വിളിക്കുകയാണ്. മ്യൂ ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാക്വം എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ സത്യം. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഒരു വേവ്, അത് സൗണ്ടോ ലൈറ്റോ ഇലക്ട്രോമാഗ്നറ്റിക് എന്തും ആയിക്കോട്ടെ, ഒരു വേവ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ അവിടെ വേവിന്റെ ഒരു സ്വഭാവ സവിശേഷത മാത്രം മാറാതെ നിൽക്കും. Okay, only one property of the wave will remain the same when a wave is moving from one medium to the other. Which is that property? Can anybody help me? ഈ 3 പ്രോപ്പർട്ടികളിൽ ഏത് പ്രോപ്പർട്ടിയാണ് മീഡിയം മാറുമ്പോൾ മാറാതെ നിൽക്കുക? Can anybody answer me? വെലോസിറ്റി ആണോ, വേവ് ലെങ്ത് ആണോ, ഫ്രീക്വൻസി ആണോ? ഏത് പ്രോപ്പർട്ടിയാണ് ഒരു വേവിൻ്റെത് മാറാതെ നിൽക്കുക? ഓക്കെ, ഫൈൻ. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കണം, എപ്പോഴും ഓർക്കണം, ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി വിച്ച് വിൽ റിമെയിൻ ദ സെയിം. അപ്പോൾ സോ ഫ്രീക്വൻസി ഈസ് എ കോൺസ്റ്റന്റ്. ഇത് നമ്മുടെ വേവ്സിന്റെ ഏത് വേവിന്റെ കേസിലും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. മീഡിയം മാറിയാലും മാറാതെ നിൽക്കുന്ന വേവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഓഫ് എ വേവ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ് സോഴ്സ് എന്നാണ്. ആരാണോ ആ വേവിനെ പ്രൊഡ്യൂസ് ചെയ്തത് ആ സോഴ്സിന്റെ പ്രത്യേകതകളെ മാത്രമാണ് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുക. ഫ്രീക്വൻസി മാറുന്നതായിട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡോപ്ലർ ഇഫക്റ്റ്. ഓക്കെ, പക്ഷെ അവിടെയും റിയൽ ചേഞ്ച് അല്ല സംഭവിക്കുന്നത്, ദാറ്റ് ഇസ് ആൻ അപ്പാരന്റ് ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കുക. പക്ഷേ അപ്പം ഫ്രീക്വൻസി മാറുന്നില്ല, പക്ഷെ വേവ് ലെങ്തും മാറും, സ്പീഡ് മാറുന്നത് നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മൾ സ്പീഡ് ഓരോ മീഡിയത്തിലും വേറെ വേറെ സ്പീഡുകളാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്പീഡ് മാറും. അപ്പോൾ സ്പീഡ് മാറുന്നതനുസരിച്ച് ആര് മാറിയേ പറ്റുള്ളൂ? വേവ് ലെങ്ത് മാറണം. അപ്പോൾ ഓർക്കുക, ന്യൂ ഈസ് എ കോൺസ്റ്റന്റ് ബട്ട് വി ആൻഡ് ലാംഡ ചേഞ്ചസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഫിസിക്സിലെ. ഓക്കെ, ഇനി ഇതെങ്ങനെ മാറും എന്നുള്ളതാണ് ഒരു പ്രോബ്ലത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ മാറാന്ന് വെച്ചാൽ ഇങ്ങനെ ഓർത്തിരിക്കേണ്ടത്, ദ ലാംഡ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് വി വിൽ ബി ഈക്വൽ ടു സി ബൈ മ്യൂ. വി ഈക്വൽ ടു സി ബൈ മ്യൂ. ഇത് കറക്റ്റ് ആണ്, നിങ്ങൾക്കറിയാം. എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഡെഫിനിഷൻ തന്നെ എന്താ? മ്യൂ ഈസ് ഈക്വൽ ടു സി ബൈ വി എന്നല്ലേ. മ്യൂ ഈക്വൽ ടു സി ബൈ വി ആ. അപ്പോൾ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ബൈ മ്യൂ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ ഞാൻ റൈറ്റിംഗ്. അപ്പോൾ അതിന്റെ അർത്ഥം വെലോസിറ്റി എന്ന് പറയുന്നത് സി ബൈ മ്യൂ ആയിട്ട് കുറയും. ഓക്കെ, വാക്വത്തിൽ നിന്ന് ഒരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി കുറയും. കാരണം മ്യൂ എന്ന് പറയുന്നത് ഒരു മീഡിയത്തിന്റെ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇനി വെലോസിറ്റി കുറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതേപോലെയുള്ള ഒരു ചേഞ്ച് ആർക്കും സംഭവിച്ചിരിക്കണം? വേവ് ലെങ്തിനും സംഭവിച്ചിരിക്കണം. അപ്പോൾ വെലോസിറ്റി എത്ര കണ്ട് കുറയുന്നോ അത്രയും തന്നെ വേവ് ലെങ്തും കുറയും. അപ്പോൾ ഇങ്ങനെ ഓർത്തോണം, വേവ് ലെങ്ത് ഇൻ എ മീഡിയം വിൽ ബി ഈക്വൽ ടു വേവ് ലെങ്ത് ഇൻ എയർ അല്ലെങ്കിൽ വാക്വം
ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. സോ ഇതാണ് ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, സോ നമ്മൾ അതിലേക്ക് വരികയാണ്. ലാംഡ ഇൻ ഗ്ലാസ് ഈക്വൽ ടു, മീഡിയം എന്നുള്ളത് ഞാൻ ഗ്ലാസ് എഴുതുവാണ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ലാംഡ ഇൻ എയർ അല്ലെങ്കിൽ വാക്വം ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നിങ്ങൾ നോക്കൂ, ഈ ഒരു ഇക്വേഷൻ അല്ല കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഉത്തരം നേരിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ലാംഡ ഗ്ലാസ് ഈക്വൽ ടു ലാംഡ വാക്വം ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ്. സോ ഡിവൈഡഡ് ബൈ ഏത് മീഡിയം ആണ് അതിന്റെ റിഫ്രാക്റ്റീവ്. സോ ഇവിടെ എന്താ വരിക നോക്കൂ. സോ എന്താ ആൻസർ വരിക? 5890 അല്ലേ, ഡിവൈഡഡ് ബൈ 1.5 എന്നാ വരിക, ഡിവൈഡഡ് ബൈ 1.5. ഇനി നിങ്ങളിത് ചെയ്യണോ? നിങ്ങൾക്കത് സമയവും ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഓർക്കുക, എൻട്രൻസ് എക്സാമിൽ നിങ്ങൾ എത്ര കൃത്യമായിട്ട് ഉത്തരം കണ്ടുപിടിക്കുന്നുള്ളതിൽ ഒപ്പം തന്നെ എന്താണ് എത്ര പെട്ടെന്ന് ചെയ്യുന്നുള്ള പ്രധാനമായതുകൊണ്ട് തന്നെ 5890 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ തീർച്ചയായിട്ടും അത് 5890 ചെറിയൊരു നമ്പറാണ് ആയിരിക്കേണ്ടതെന്നുള്ള സിമ്പിൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്യുക. ആദ്യം ഉത്തരത്തിലേക്ക് നോക്കിയേ, 9000, 7000, 7000, 3000, ഇതിൽ ഏത് ഉത്തരമായിരിക്കും എന്നുള്ളൊരു സിമ്പിൾ നമ്മുടെ ലോജിക്ക് മതി. ഏതായിരിക്കും ഉത്തരം? തീർച്ചയായിട്ടും ഓപ്ഷൻ ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ. നിങ്ങൾ നോക്കൂ എത്ര സമയം നമ്മൾ ലാഭിക്കുള്ളതാണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഐ എം നോട്ട് ചെക്കിംഗ്, ഐ എം നോട്ട് ഡൂയിങ് ദ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയോളൂ, ഇതായിരിക്കണം ഉത്തരം. കാരണം ഇവിടെ നൺ ഓഫ് ദീസ് ഇല്ല. നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലോജിക്കുകൾ നിങ്ങളെ സമയം ലാഭിക്കാൻ അല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. അത് ഉപയോഗിക്കണം. സോ എപ്പോഴും ആൻസർ സെലക്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ അതിൻ്റെ ചോയ്സുകളൊന്ന് നോക്കിയിട്ടേ പ്രോബ്ലം സൊല്യൂഷൻ ചെയ്യേണ്ടതുള്ളൂ. ഞാനിപ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടി നേരെ അങ്ങ് പോവുകയാണ്. സോ സീ ദാറ്റ്, ട്രൈ ടു ജസ്റ്റ് ഫോളോ ദാറ്റ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. ലാംഡ ഡാഷ് ഈക്വൽ ടു ഇങ്ങനെ എഴുതുക നമ്മൾ സാധാരണ സിമ്പിളായിട്ട്. ലാംഡ ഡാഷ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ എൻ അല്ലെങ്കിൽ മ്യൂ, ഇങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, ഫൈൻ. ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇനി അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സി the frequency of a light wave in material, ഏതൊരു മെറ്റീരിയൽ, ഈസ് 2 × 10⁻14 ഹെർട്സ്. ഫ്രീക്വൻസി ഇതാണ്. ഞാൻ വേഗം എഴുതുവാണ്. ന്യൂ ഈക്വൽ ടു 2 × 10⁻14. വായിക്കുന്നതിനൊപ്പം എഴുതി പോവാണ്. ഓക്കെ, ടു സേവ് ടൈം ഓൾസോ. ആൻഡ് വേവ് ലെങ്ത് ഈസ് 5000 ആങ്സ്ട്രോം. ഓക്കെ, ലാംഡ ഈസ് ഈക്വൽ ടു, ഇത് എഴുതുമ്പോൾ തന്നെ നമുക്ക് ഇതിനൊരു ആശയം കിട്ടും എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളത്. 5000 ആങ്സ്ട്രോം. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ വിൽ ബി, ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാ അല്ലേ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫ്രീക്വൻസി വേവ് എന്നൊക്കെ പറയുമ്പോൾ ഉടനെ നിങ്ങൾ മ്യൂ ഈക്വൽ ടു, പെട്ടെന്ന് അതിൻ്റെ ഇക്വേഷൻ പറയണം. മ്യൂ ഈക്വൽ ടു C/V എന്നാണ് വരേണ്ടത്. മ്യൂ ഈക്വൽ ടു C/V ആ. സി നമുക്കെല്ലാം അറിയുന്ന വാല്യൂ ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണം? വി വേണം. വി അല്ലേ, വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ വി ഈക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞത്? ഫോർ എനി വേവ് വി ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായില്ലേ? നോക്കൂ, സിയുടെ വാല്യൂ നമുക്ക് അറിയുകയും ചെയ്യാം. 3 × 10⁻8 എല്ലാം മീറ്റർ/സെക്കൻഡിലാണെന്ന് ഉറപ്പ് വരുത്തണം. SI യൂണിറ്റ് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ എപ്പോഴും. അത് നമുക്ക് അറിയുന്ന വാല്യൂ ആണ്. വി എന്ന് പറയുന്നത് ന്യൂ ലാംഡ. ഇനി എഴുതാനൊന്നും പോകണ്ട. ന്യൂ ലാംഡ, ന്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 × 10⁻14 അല്ലെ ഹെർട്സ് ആണ്. ഇൻറ്റു ലാംഡ 5000 ആങ്സ്ട്രോം ആണ്. അതിനെ നിങ്ങൾ SI യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ 5000 എന്ന് പറയുന്നത് 5000 ഇൻറ്റു ആങ്സ്ട്രോം എന്ന് പറയുന്നത് 10⁻−10 മീറ്റർ ആണെന്ന് അറിയാം. ഇപ്പം എല്ലാം SI യൂണിറ്റ് ആണ്. നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ 10⁻14 ഇവിടെ ഉണ്ട്, മുകളിൽ 10⁻8 ഉണ്ട്. നമുക്ക് പവറൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ എത്രയാണ്? 8 ഉം 6 ഉം 14. ഇപ്പോൾ ഇവിടെ 10⁻6 വരും. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് 10⁻6. ഇനി 5000 ഇവിടെ 3 പൂജ്യം ഉണ്ട്. ഇവിടെ 10⁻3 ആണ് 3 പൂജ്യം. ഇവിടെ 10⁻−10 ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ രണ്ടിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരിക? ഇവിടുത്തെ ഒരു 3 അങ്ങ് കുറയും. ഓക്കെ, ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. 10⁻−7 ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവസാനം കിട്ടുക എന്താണ്? ഇവിടെ -7 + 6 -7 + 6 ആകുമ്പോൾ എന്താണ്? -7 + 6 എന്ന് പറയുമ്പോൾ -1 എന്നാ വരിക. റൈറ്റ്? ഓക്കെ, so that is what 10⁻−1 എന്ന് വരും. സോ 10⁻−1 ഉണ്ട്. ഇവിടെ ഒരു 10 ബാക്കി ആവുന്ന -1 ആണ്. 10⁻−1 ആണ്. ഇനി 2 ഉണ്ട് 5 ഉണ്ട്. 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ ഇൻറ്റു 10 × 10⁻−1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ദാറ്റ് ഈസ് 1 അല്ലേ. 10 × 1/10 എന്നല്ലേ എഴുതുന്നത്. ദാറ്റ് ഈസ് 1. സോ വാട്ട് ഈസ് യുവർ ആൻസർ? യുവർ ആൻസർ ഈസ് ഗോയിങ് ടു ബി 3. ആൻസർ കിട്ടുന്നത് 3 ആണ്. അപ്പോൾ വളരെ എളുപ്പം നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തി സി. അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻസ് ചെയ്ത് പഠിക്കുക. എനിവേ ബി കെയർഫുൾ വൈൽ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. SI യൂണിറ്റിലേക്ക് എല്ലാം എത്തിക്കാൻ മറക്കരുത്. ഇവിടെ ആങ്സ്ട്രോം എന്നുള്ളത് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞേക്കരുത്. നാനോമീറ്ററിൽ തരാം. നാനോമീറ്റർ ആണെങ്കിൽ 10⁻−9 മീറ്റർ എന്ന് കൊടുക്കേണ്ടി വരും. ഓക്കെ, മിക്കവാറും ഒപ്റ്റിക്സിൽ നാനോമീറ്ററും ആങ്സ്ട്രോം മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. ലൈറ്റിന്റെ വേവ് ലെങ്തിന്റെ ഓർഡർ അതായതുകൊണ്ട് തന്നെ. ഓക്കെ, ഫൈൻ. I think that's giving you the correct answer. So I'm going to the next. Okay, fine. Question number 5. So let's see what's question number 5.
if the critical angle for total internal reflection from medium to vacuum, denser to vacuum ആണ് is 30 degree. അപ്പോൾ ഞാൻ എഴുതി ക്രിട്ടിക്കൽ ആംഗിളിനെ സി എന്ന് വിളിക്കുകയാണ്. സി ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് ഞാൻ എഴുതി ഓൾറെഡി. ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം ഈസ്, നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ്. ക്യാപിറ്റൽ സി എന്ന് ഞാൻ ഉപയോഗിക്കുന്നത് ഏതാണ്, ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അതിന് പകരം ഐ സി എന്ന് എഴുതാറുണ്ട്. ഞാൻ ഏതായാലും ക്രിട്ടിക്കൽ ആംഗിളിനെ സി എന്ന് തന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഓക്കെ, പ്രശ്നമില്ലാന്ന് കരുതുന്നു. അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം അത് വി എന്നാണ് വിളിക്കുന്നത് അല്ലേ. വി ഈസ് ഈക്വൽ ടു എന്താണ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക, ക്രിട്ടിക്കൽ ആംഗിളുമായിട്ട് അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ, സൈൻ ഓഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 1 അല്ലെ, എയറിൽ നിന്നോ വേക്കത്തിൽ നിന്നോ ആണെങ്കിൽ 1/n ഓഫ് ദ അല്ലെങ്കിൽ മ്യൂ 1/μ ഓഫ് ദ ഡെൻസർ മീഡിയം. ഇതാണ് ശരിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നു സൈൻ സി ഈക്വൽ ടു, ശരിയായ ഇക്വേഷൻ എന്താണ്, സൈൻ സി ഈക്വൽ ടു മ്യൂ ഓഫ് ദ റെയറർ മീഡിയം ഡിവൈഡ് ബൈ മ്യൂ ഓഫ് ദ ഡെൻസർ മീഡിയം എന്നാ. ഇവിടെ റെയർ മീഡിയം എന്ന് വാക്വം ആയതുകൊണ്ട് വരികയാണ് സൈൻ സി ഈസ് ഈക്വൽ ടു 1/μ ഓഫ് ദ മീഡിയം ആയിട്ട് വരിക. കറക്റ്റ് എന്ന് വരുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാം മ്യൂ ഓഫ് എ മീഡിയം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം എന്ന് പറയുന്നത് എന്താണ്, C/V അല്ലേ. സി എന്ന് പറയുന്നത് സ്മോൾ സി ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ C/V ആണ് അല്ലേ. അപ്പോൾ ഇതിനെ എനിക്ക് എന്ത് എഴുതാം, സൈൻ സി ഈസ് ഈക്വൽ ടു 1/μ 1/c ഡിവൈഡഡ് ബൈ വി എന്ന് വരും. 1/c/v എന്ന് പറഞ്ഞാൽ എന്താ വരിക, അത് V/c എന്നായിട്ട് മാറും. C/v എന്നുള്ളത് എന്താവും, ഓക്കെ, ഇറ്റ് വിൽ ബിക്കം വാട്ട്, V/c എന്നായിട്ട് മാറും. റൈറ്റ്. അപ്പോൾ നമുക്ക് വേണ്ട വി ആ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. therefore v is equal to c into sin c അല്ലെ sin ic. സിയുടെ വാല്യൂ നമുക്കറിയാം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഇൻറ്റു സൈൻ ഓഫ് സി സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/2 ആണ്. ഓക്കെ, സോ 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്, അല്ലെങ്കിൽ എന്താണ് ഇത് 3 വാട്ട് വിൽ ആൻസർ 3/2 എന്ന് പറഞ്ഞാൽ 1.5 ഇൻറ്റു പവർ ഒന്നും മാറ്റണ്ട 10⁸ മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് നേരിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ ബി. Hope that is okay with you. Now, okay, going to the next question. Continuous ആയിട്ട് അങ്ങ് പോവുകയാണ്. Hope that you are listening or you are understanding. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. It is if the refractive index of water is 4/3. So refractive of water is 4/3. അപ്പോൾ നമുക്ക് NW എന്നാ, that is 4/3. 1.33 ആണ് നമ്മൾ മുമ്പ് പറഞ്ഞത്, നിങ്ങൾ ഓർമ്മയുണ്ടാവും. That is 3 and see that of given glass slab of glass immersed in it is 5/3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നമ്മൾ the refractive index of water is 4/3 and that of a given glass slab of glass immersed in it is അതിൻ്റെ അർത്ഥം വെള്ളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ഫ്രെയിമിങ്ങിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. വാട്ടർ ഒരു കണ്ടെയ്നർ എടുത്തുനിന്ന് കരുതുക, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഗ്ലാസ് സ്ലാബ് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നു. സോ ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ വെള്ളത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 ഞാൻ തന്നിട്ടുണ്ട്. ഈ ഗ്ലാസ് സ്ലാബ് വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുന്ന ഗ്ലാസ് സ്ലാബിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിരിക്കുന്നത് 5/3 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. What is the critical angle for a ray of light tending to go from glass to water? Okay, fine. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഉള്ളിൽ ഇങ്ങനെയാണ് ചോദ്യം മനസ്സിലാക്കുക. ഗ്ലാസ് സ്ലാബിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ലൈറ്റ് റേ വെള്ളത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക. തീർച്ചയായിട്ടും ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ വളരെ പ്രോപ്പറായിട്ട് വരും. എന്താ കാരണം, ഗ്ലാസ് സ്ലാബിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്, n ഓഫ് ഗ്ലാസ് സ്ലാബ്, അല്ലെങ്കിൽ n എന്ന് ഞാൻ ഉപയോഗിക്കുന്ന മ്യൂവിന് പകരമാണ്, എഴുതാൻ എളുപ്പമുള്ളതോടെ n ഉപയോഗിക്കുന്നതേ ഉള്ളൂ. n ഓഫ് ഗ്ലാസ് സ്ലാബ് എന്ന് പറയുന്നത് 5/3 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും 4/3ക്കാളും വലുതല്ലേ 5/3. അതിൻ്റെ അർത്ഥം ഈ ഗ്ലാസ് സ്ലാബ് ഡെൻസർ ദാൻ എന്താണ്, ശരിക്കും വാട്ടർ ആണ്. അപ്പം ക്രിട്ടിക്കൽ ആംഗിൾ അവിടെ ഒരു ടോട്ടൽ റിഫ്ലക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ചോദ്യം ഇതാണ്, ഇങ്ങനെയാണ് എയറിലേക്ക് പോകുന്നതിന് പകരം ഗ്ലാസ് സ്ലാബിൽ നിന്നും വെള്ളത്തിലേക്കാണ് നമ്മളുടെ എന്താണ് റേ ഓഫ് ലൈറ്റ് പോകുന്നതെങ്കിൽ ഈ കേസിൽ എത്രയായിരിക്കും ക്രിട്ടിക്കൽ ആംഗിളിന്റെ ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞ ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇക്വേഷൻ ഇവിടെ ഉപകാരപ്രദമായിട്ട് വരും. സൈൻ ഓഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ഈക്വൽ ടു, ഓർമ്മയുണ്ടാവില്ല എന്താ പറഞ്ഞത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ റെയറർ മീഡിയം ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഡെൻസർ മീഡിയം. ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ എളുപ്പമാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ റെയറർ മീഡിയം എന്ന് പറയുന്നത് ഏതാ, വെള്ളമാണ് റെയറർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞതാണ് റെയറർ എന്ന് വിളിക്കുക. അപ്പോൾ അവിടെ 4/3 ഡിവൈഡഡ് ബൈ
ഡെൻസർ മീഡിയം എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 5/3 എന്ന് വരും. സോ ഇസ് നോട്ട് ക്വൈറ്റ് ഈസി. എന്താ സംഭവിക്കുക? സോ ദിസ് ഈസ് നത്തിങ് ബട്ട് നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. 4/3 ഇൻറ്റു 3/5 എന്നല്ലേ വരിക. ഓക്കെ, can cancel it away. So you'll be getting finally this is equal to 4/5 എന്ന് കിട്ടുന്നു. നമ്മളോട് C എന്താണ് ചോദ്യം. Therefore C is equal to sin inverse of 4/5 എന്ന ആൻസർ കിട്ടുന്നു. So check whether your answer is sin inverse of 4/5. So the answer is what? C. Hope that's okay with you. Clear? 7th one. Just a moment. ആരുടെ മൈക്ക് അൺമ്യൂട്ട് ആയിട്ടുണ്ട്, നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. വായിച്ചു നോക്കാമല്ലോ. Wavelength given light waves in air and in a medium are 6000 angstrom and 4000 angstrom respectively. The critical angle is. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാംഡ എയർ ഈസ് ഈക്വൽ ടു 6000 ആങ്സ്ട്രോം എന്ന് തന്നിട്ടുണ്ട്. ലാംഡ ഓഫ് ദ മീഡിയം, ഏതൊരു മീഡിയം, ദാറ്റ് ഇസ് ഗിവൺ ടു ബി 4000 ആങ്സ്ട്രോം. 4000 ആങ്സ്ട്രോം. ഓക്കെ, വേറെ നിങ്ങൾ നോക്കുക. വി വോണ്ട് ദ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ എപ്പോഴും ആദ്യം നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് എത്തുക നോക്കാം. സൈൻ സി, സൈൻ ഓഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ നമുക്കറിയാം 1/n എന്നുള്ള ഇതിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ മ്യൂ, 1/μ. അപ്പോൾ നമുക്ക് മ്യൂ കിട്ടുകയാണ് എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സി കണ്ടുപിടിക്കാം. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ മ്യൂ കണ്ടുപിടിക്കാനുള്ള വഴിയാണ്. നമുക്കറിയാലോ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്. സോ വാട്ട് ഈസ് മ്യൂ ഈക്വൽ ടു? മ്യൂ ഈസ് ഈക്വൽ ടു C/V അല്ലേ? C/V എന്നാണ്. അപ്പോൾ സി എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ന്യൂ ഇൻറ്റു ലാംഡ, ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ഇൻ എയർ, ലാംഡ എ എന്ന് എഴുതുവാണ് ഞാൻ, ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞാൽ സെയിം ഫ്രീക്വൻസി. ഓർമ്മയില്ലേ, ഫ്രീക്വൻസി മാറില്ല എന്ന് നമ്മൾ പഠിച്ചു, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ലാംഡ എയർ ഡിവൈഡഡ് ബൈ ലാംഡ എന്താണ്? മീഡിയം എന്ന് എഴുതാം. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രീക്വൻസി മാറാത്തതുകൊണ്ടാണ് ഞാൻ ന്യൂ തന്നെ ഉപയോഗിക്കാൻ കാരണം. സോ നമുക്ക് കിട്ടിയ അവസാനം മ്യൂ എന്നുള്ളതിന് C/Vക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ലാംഡ എയർ ബൈ ലാംഡ മീഡിയം എന്നുള്ള ഇക്വേഷനും ഓർത്തിരിക്കാം. ഇവിടെ ലാംഡ എയറും ലാംഡ മീഡിയം നമുക്ക് തന്നിട്ടുണ്ട്. എന്താ അത്? ലാംഡ എയർ ഈസ് 6000. സോ ദാറ്റ് ഈസ് 6000 ആങ്സ്ട്രം ഡിവൈഡഡ് ബൈ 2 ആങ്സ്ട്രം ആയതുകൊണ്ട് ഞാൻ ആങ്സ്ട്രം ഒന്നും എഴുതാൻ പോകുന്നില്ല, ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പോൾ ഇവിടെ 3 0 പോയി. അപ്പോൾ എത്രയാണ്? 6/4 ഈസ് നത്തിങ് ബട്ട് 3/2. നോക്കൂ എത്ര എളുപ്പമായിട്ട് കിട്ടി. 3/2 എന്ന് കിട്ടി. അപ്പോൾ മ്യൂ ആണ് 3/2. അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഇവിടെ? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സി ഈക്വൽ ടു 1/3/2. യെസ് പ്ലീസ്. ആരെങ്കിലും വിളിച്ചിരുന്നോ? നിങ്ങൾ ആരുടെയോ മൈക്ക് ഓൺ ആണ്, പ്ലീസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ ഫൈൻ. സോ സൈൻ സി ഈസ് ഈക്വൽ ടു 1/3/2 എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടും അല്ലേ? സൈൻ സി ഈക്വൽ ടു 2/3 ആണ്. സൈൻ സി 2/3 ആണ് എങ്കിൽ സി എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാം. ഉത്തരം എന്താണ്? therefore സി വിൽ ബി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3. സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3. ഓക്കെ, സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3 നോക്കണം. നിങ്ങൾ നോക്കാം ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് 3/2 ഉണ്ട്, ഓക്കെ 2/3 ഉണ്ട്. അപ്പോൾ അത് സി സൈൻ ഇൻവേഴ്സ് ഓഫ് 2/3. ടാൻ ഇൻവേഴ്സ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് മെത്തേഡ് ആൻഡ് കറക്റ്റ് ഇറ്റ്. ഇനി നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ, സോ 2 lenses of power 15 and -3 diopter are placed in contact. 2 ലെൻസുകളാണ്, അവയുടെ പവറുകൾ തന്നിട്ടുണ്ട്. P1 ഈസ് ഈക്വൽ ടു വിളിക്കാം. ഫസ്റ്റ് ലെൻസിന്റെ പവർ 15 ഡയപ്റ്റർ ആണ്. ഓക്കെ, ഡയപ്റ്റർ നമ്മൾ മനസ്സിലാക്കി അത്ര തന്നെ. ഇനി രണ്ടാമത്തെ ലെൻസ് P2 എന്ന് പറയുന്നത് -3 ഡയപ്റ്റർ. എന്തുകൊണ്ട് ഈ മൈനസ് കാണിക്കുന്നത്? മൈനസ് കാണിക്കാൻ കാരണം ഇത് കോൺകേവ് ലെൻസ് ആണെന്ന് ഉടനെ മനസ്സിലാക്കിക്കോണം. സൈൻ കൺവെൻഷനിൽ കോൺകേവ് ലെൻസിന് ഫോക്കൽ ലെങ്തും പവറും നെഗറ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം.
കോൺവെക്സ് ലെൻസിന് ഫോക്കൽ ലെങ്തും അതുവഴിയായിട്ട് പവറും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്കറിയാം ഒരെണ്ണം കോൺവെക്സ് മറ്റൊന്ന് കോൺകേവ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഓക്കെ, അത് ഈ പ്രോബ്ലത്തിൽ ഒരുപക്ഷെ പ്രധാനമായിരിക്കില്ല, എന്നാലും മറ്റ് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സോറി ഉത്തരങ്ങളിൽ നിന്ന് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്നൊക്കെ തിരിച്ചറിയേണ്ട സാഹചര്യം വന്നാൽ ഈ പറയുന്ന ആശയങ്ങൾ ഉപകരിക്കും. ഓക്കെ, അവർ ആർ പ്ലേസ് ഇൻ കോണ്ടാക്ട്, അവരെ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നു. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോമ്പിനേഷൻ ഈസ്, അപ്പോൾ നമുക്ക് വേണ്ട ഇതാണ്, രണ്ട് ലെൻസുകൾ, ഒരു കോൺവെക്സ് ലെൻസ് അതിനോട് ചേർന്ന് ഒരു കോൺകേവ് ലെൻസ്. ഞാൻ കോൺകേവ് ലെൻസിന് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഒന്ന് കോൺവെക്സും ഒന്ന് കോൺകേവും. ഈ കോൺവെക്സ് ലെൻസിന്റെ പവറാണ് P1, കോൺകേവ് ലെൻസിന്റെ പവറാണ് -3 ഡയപ്റ്റർ. ഇവരെ ചേർത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഈ കോമ്പിനേഷൻ ഇതൊരു ഇറ്റ് വിൽ ബി ആക്ടിങ് ലൈക്ക് എ ലെൻസ്. ഇതൊരു ഇഫക്റ്റീവ് ലെൻസ് ആണ്. ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ അതിനോട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പവറിന്റെ കോമ്പിനേഷൻ, വെൻ ദേ ആർ കെപ്റ്റ് ഇൻ കോണ്ടാക്ട്, രണ്ട് ലെൻസുകൾ കോണ്ടാക്റ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കോമ്പിനേഷൻ ഓഫ് പവർ ഈസ് ഗിവൺ ബൈ P = P1 + P2 എന്നാണ്. ഇനി ഈ രണ്ട് ലെൻസുകൾ കോൺവെക്സോ കോൺകേവോ ആയിക്കോട്ടെ, അവരെ ഒരു D ദൂരത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പവറിന്റെ ഇക്വേഷൻ വരിക P = P1 + P2 -2dP1 P2 എന്നാണ് കേട്ടോ. -dP1 P2 -xP1 P2 എന്നുള്ള ഇക്വേഷനിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇൻ കോണ്ടാക്ട് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, P1 + P2 എന്നാണ് വരിക. അപ്പോൾ നേരിട്ട് നമുക്ക് എഴുതാമല്ലോ. ടോട്ടൽ പവർ എത്രയാണ് കിട്ടുക? ടോട്ടൽ പവർ സൈൻ ടേംസ് നോക്കുക, 15 + -3. അപ്പോൾ 15 - 3 എന്ന് പറയുന്നത് എത്രയാണ്? 12 ഡയപ്റ്റർ എന്ന് കിട്ടും. ഇനി പവറും ഫോക്കൽ ലെങ്ത് തമ്മിലുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. പവർ ഈസ് ഈക്വൽ ടു 1 ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ. ശ്രദ്ധിക്കണേ, 1 ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ എന്ന് ഉപയോഗിക്കണം. അല്ല എങ്കിൽ പവർ ഡയപ്റ്ററിലാണെങ്കിൽ പവർ ഇൻ ഡയപ്റ്റർ ഈസ് ഈക്വൽ ടു 1 ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ ഓർ 1 ഫോക്കൽ ലെങ്ത് 100 ഫോക്കൽ ലെങ്ത് ഇൻ സെന്റിമീറ്റർ. ഇതാണ് അതിന്റെ റിലേഷൻ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ ഈസ് ഈക്വൽ ടു നോക്കാം. ആദ്യം ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ നമുക്ക് കണ്ടുപിടിക്കാം. ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ ഈസ് ഈക്വൽ ടു എന്താണ്? 1 പവർ ഇൻ ഡയപ്റ്റർ. യൂണിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 പവർ, 1 എന്താ വരിക? നമ്മുടെ പവർ ഇൻ ഡയപ്റ്റർ എന്ന് പറയുന്നത് 12 ആണ്. 1/12 എന്നാ വരിക. ഓക്കെ, സോ 1/12 ഇത്രയും എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് സെന്റിമീറ്ററിലാണെങ്കിൽ 1 എന്നുള്ളതിന് പകരം 100 എന്ന് ഉപയോഗിച്ചാൽ മതി. 100/12. ഓക്കെ, മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 100/12 സെന്റിമീറ്റർ. ഇനി 100/12 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് ഉത്തരം നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കാനൊന്നും പോകണ്ട. ജസ്റ്റ് ഒന്ന് ഉത്തരത്തിലേക്ക് നോക്കുക. സമയം ലാഭിക്കണം എപ്പോഴും. എന്തൊക്കെ ഉത്തരങ്ങൾ? 10, ഓക്കെ, 15, 12. 100/10 അല്ലേ 10. അപ്പോൾ 100/12 എന്ന് പറഞ്ഞാൽ 10നേക്കാളും ചെറുതായിരിക്കണ്ടേ? ഉടനെ ആകെ ഒരേ ഒരു ഉത്തരവുള്ളൂ, 10നേക്കാൾ ചെറുത് 8.3. ഇത് ചെയ്തിട്ടുള്ള സമയമൊന്നും കളയരുത്. സോ ജംപ് ഇൻ ടു ദ ആൻസർ ലോജിക്കലി. സോ ഈ ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കിയോളൂ. 100/12 എന്ന് പറയുന്നത് 8.33 ആയിരിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം എൻട്രൻസ് എക്സാമിനേഷനിൽ. ഒന്ന് നിങ്ങൾ സ്കൂളിലൊക്കെ ചെയ്ത് പഠിച്ച സ്ട്രേറ്റ് ഫോർവേഡ് എന്താണ് എല്ലാം എഴുതി കൂട്ടി നല്ല വൃത്തിയായിട്ട് കോളൊക്കെ വരച്ച് ചെയ്യാം. ഓക്കെ, മറ്റൊന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കും നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സ്കില്ലും തിങ്കിങ് സ്കില്ലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. സെക്കൻഡ് അപ്രോച്ച് വിൽ ബി ബെറ്റർ ഫോർ യു. ഓക്കെ, ഇഫ് യു കൺ ഡു ഇറ്റ്. ഓക്കെ, ഫൈൻ. Going to the next problem. Question number 9. So, what's question number 9? A thin convex lens of refractive index 1.5 has 20 cm focal length in air. Okay, ഒരു കോൺവെക്സ് ലെൻസ് ആണ്. Yes, this is completely immersed in a liquid. ആ ലെൻസ് എടുത്ത് വേറൊരു ലിക്വിഡിലേക്ക് നമ്മൾ മുക്കി. Of refractive index 1.6, its focal length will be. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആ ലെൻസ് ഏത് മീഡിയത്തിലാണോ വെച്ചിരിക്കുന്നത് ആ മീഡിയത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് മാറുമെന്ന് പറഞ്ഞു. ആ പ്രത്യേകത ഉപയോഗിച്ചാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? ഇത്തരം പ്രോബ്ലങ്ങൾ ലെൻസുകളുടെ ഫോക്കൽ ലെങ്ത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്ന എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഞാനിവിടെ എഴുതുവാണ്. 1/f ഈസ് ഈക്വൽ ടു എന്താ എഴുതേണ്ടത്? 1/f ഈസ് ഈക്വൽ ടു n2/n1 ആണ്. n ഗ്ലാസ് ബൈ, ഓക്കെ, ഇനി എയറിൽ വെക്കുമ്പോഴാണ് ഞാൻ എഴുതുന്നത് n ഗ്ലാസ് ബൈ n എയർ -1 ഇൻറ്റു, ഓക്കെ, 1/r1 -1/r2. ഇതാണ് ഫോക്കൽ ലെങ്ത്
വെൻ ദ ലെൻസ് ഈസ് കെപ്റ്റ് ഇൻ എയർ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ വരിക. ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുകയാണ്. ഇനി ഇതേ ലെൻസിനെ എടുത്തിട്ട് നമ്മൾ ഏതോ ഒരു ലിക്വിഡിലേക്ക് ഇമേഴ്സ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 1 ഫോക്കൽ ലെങ്ത് വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ലിക്വിഡ് FL എന്ന് എഴുതുവാണ്. അതെന്താ വ്യത്യാസം വരിക? അപ്പോൾ ലിക്വിഡിൽ മുക്കി വയ്ക്കുമ്പോൾ നോക്കണേ, ഇവിടെ ഈ ബ്രാക്കറ്റിൽ വ്യത്യാസം വരും. എൻ ഗ്ലാസ്, അത് എൻ ഗ്ലാസ് തന്നെയാണ്. എൻ ഗ്ലാസ് ഡിവൈഡഡ് ബൈ എൻ എയർ അല്ല വരിക, അവിടെ എൻ എയറിൻ്റെ സ്ഥാനത്ത് ചുറ്റുമുള്ള മീഡിയത്തിൻ്റെത് എൻ ലിക്വിഡ് എന്ന് കൊടുക്കണം. ലിക്വിഡാണ് ചുറ്റുമുള്ള മീഡിയം. -1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്നായിട്ട് മാറും. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നോക്കണേ, ഈ 1/R1 മൈനസ് 1/R2 എന്ന് പറയുന്നത് റേഡിയസ് കർവേച്ചർ ഓഫ് ദ ലെൻസ് ആണ് അല്ലേ. ഒരു ലെൻസ് എടുത്ത് വെള്ളത്തിൽ മുക്കിയത് കൊണ്ട് ലെൻസിന്റെ കർവേച്ചർ ഒന്നും മാറാൻ പോകുന്നില്ല. അത് ഓൾറെഡി മാനുഫാക്ചർ ചെയ്തപ്പോഴേ ഫിക്സ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇക്വേഷൻ നമ്പർ 1നെയും 2നെയും അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നു കരുതുക. സപ്പോസ് ഓക്കെ, സോ ഐ എം ഡിവൈഡിങ് ഇക്വേഷൻ നമ്പർ 1 ബൈ ഇക്വേഷൻ 2. ഇക്വേഷൻ 1/2 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ലെഫ്റ്റ് സൈഡിൽ 1 ആയതുകൊണ്ട് തന്നെ എഫ് ലിക്വിഡ് മുകളിൽ വരും. സോ ദാറ്റ് ഈസ് ഗീവിങ് യു എഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ എഫ് എയർ എന്നായിട്ട് മാറും. ശരിയല്ലയോ? റെസിപ്രോക്കൽ ആയതുകൊണ്ട്. ഇനി ഈ രണ്ട് ടേമുകളും ക്യാൻസൽ ചെയ്ത് പോകും. ഇത് രണ്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്താ വരിക? ന്യൂമറേറ്ററിൽ വരിക എൻ ഗ്ലാസ് ബൈ എൻ എയർ. എൻ എയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എൻ എയർ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ ഗ്ലാസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ, താഴത്ത് നമ്മൾ അതേപടി എഴുതണം, എൻ ഗ്ലാസ് ബൈ NL മൈനസ് 1 എന്ന് വരും. ഞാൻ ഒന്ന് LCM എടുക്കട്ടെ. അപ്പോൾ LCM എടുക്കുമ്പോൾ എന്താ വരിക? എൻ ഗ്ലാസ് മൈനസ് എൻ ലെൻസ് ഡിവൈഡഡ് ബൈ എൻ ലെൻസ് എന്ന് വരും. ഈ എൻ ലെൻസിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താ ഇത് വരിക? എൻ ഗ്ലാസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ ഗ്ലാസ് മൈനസ് എൻ ലെൻസ് ഇൻ ടു എൻ ലെൻസ് എന്ന് വരും. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ therefore എഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഈസ് ഈക്വൽ ടു എന്താണ്? എൻ ഗ്ലാസ് തന്നിട്ടുണ്ട് എത്രയാ? 1.5. ഇനി വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. 1.5 മൈനസ് 1 ഓക്കെ ഇൻറ്റു 1.6, മീഡിയത്തിൻ്റെ 1.6 തന്നിട്ടുണ്ട്. താഴെ എന്താണ്? 1.5. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം വരുന്നുണ്ട് ഇവിടെ. 1.5 മൈനസ് 1.6 തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, എന്താ 1.5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0.5. സോ ഇറ്റ് ഇസ് 0.5 ഇൻറ്റു 1.6 ഡിവൈഡഡ് ബൈ 1.5 മൈനസ് 1.6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് 0.1 എന്നാ വരിക അല്ലേ. ഇനി 0.5 ഇൻറ്റു 1.6 എത്രയാണ് വരിക? അതിൻ്റെ പകുതിയല്ലേ വരിക? 0.5 ഇൻറ്റു 0.5 1/2 ആണ്. സോ 1.6ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് വാട്ട്? 0.8 അല്ലേ. സോ ദാറ്റ് ഈസ് 0.8. സോ 0.8 ഡിവൈഡഡ് ബൈ മൈനസ് ഇവിടെ നമുക്ക് എടുക്കാം 0.1 ഡിവൈഡ് ബൈ 0.1 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ബൈ 10 എന്നല്ലേ അർത്ഥം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 8 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -8 എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടുന്ന റേഷ്യോ -8 എന്നാ. therefore നമുക്ക് ഫോക്കൽ ലെങ്ത് ഇൻ ലിക്വിഡ് വിൽ ബി ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഫോക്കൽ ലെങ്ത് ഇൻ എയർ കൊണ്ട് -8 ഇൻറ്റു ഫോക്കൽ ലെങ്ത് ഇൻ എയർ എന്ന് കിട്ടും. ഫോക്കൽ ലെങ്ത് ഇൻ എയർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ഫോക്കൽ ലെങ്ത് ഇൻ എയർ തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, സോ -8 ഇൻറ്റു 20 എന്ന് ഞാൻ എഴുതുകയാണ്. സോ യു ആർ ഗെറ്റിംഗ് 8 2 16 -160 സെന്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടി. ഇനി ഉത്തരത്തിലേക്ക് നോക്കിയാൽ ഇവിടെ -160 സെന്റിമീറ്റർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മുമ്പ് മൈനസ് തരണോ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത് മൈനസ് ആയി മാറുന്ന കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ലെൻസിനേക്കാളും എന്താണ് ഇസ് നോട്ട് ഓക്കെ ലെൻസിന്റെ പ്രോപ്പർട്ടി നമുക്കിവിടെ കോൺവെക്സ് ലെൻസ് ആണ്, അത് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോ ദ കോൺവെക്സ് ലെൻസ് വിൽ ബി നൗ behaving like a concave lens. So that is A equal to -160 centimeter. That is the focal length in liquid. Hope that is okay with you. Now going to 10th question ആണ്. നിങ്ങൾ ഇത് നോക്കണം ഇവിടെ. ചെയ്യണമെന്ന് നോക്കാം. ഇറ്റ്സ് എ പ്ലാനോ കോൺവെക്സ് ലെൻസ് ആണ്. പ്ലാനോ കോൺകേവ് അങ്ങനെ ചെയ്തേക്കാം. ഓക്കെ, ലെൻസ് കോമ്പിനേഷൻ എപ്പോഴും നിങ്ങൾ നോക്കുക. എ പ്ലേനോ കോൺകേവ് ലെൻസ്. എന്താ പ്ലേനോ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്? ഒരു സൈഡിൽ പ്ലെയിൻ ആണ്. ഇപ്പോൾ ഒരു ലെൻസിനെ ഏതെങ്കിലും ഒരു കോൺകേവ് ലെൻസിനെ നമ്മൾ നേരെ പകുതിയായിട്ട് മുറിക്കുക അല്ലേ. ഇതാണ് ഒരു കോൺകേവ് ലെൻസിന്റെ ക്രോസ് സെക്ഷണൽ ചിത്രം. ഇങ്ങനെ ഈ കോൺകേവ് ലെൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ നേരെ പകുതിയായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഫ്ലാറ്റ് ആയിരിക്കും, വേറെ സൈഡ് എന്താണ്? കോൺകേവ് ആയിട്ടുള്ള 2 പീസുകൾ കിട്ടും. ഇതിനെയാണ് നമ്മൾ പ്ലേനോ കോൺകേവ് ലെൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു പ്ലേനോ കോൺകേവ് ലെൻസിന്റെ ഒരു സൈഡ് പ്ലെയിൻ ആണ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ പ്ലീസ്. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങളുടെ ക്രോസുകൾ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യില്ല പ്ലീസ്.
സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയും നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ കാര്യം, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. റേഡിയസ് കർവേച്ചർ ഓഫ് ഇറ്റ്സ് കർവ്ഡ് ഫേസ് തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്. കർവ്ഡ് ഫേസിന്റെ റേഡിയസ് കർവേച്ചർ 100 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. മ്യൂ ഈസ് ഈക്വൽ ടു 1.5. വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ലെൻസ്? പവർ എന്താണ് ചോദ്യം. പവർ ഈസ് ഈക്വൽ ടു 1/4 ഫോക്കൽ ലെങ്ത് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല തന്നെയാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല 1/f ഈക്വൽ ടു, നമ്മൾ മുൻപ് എഴുതിയിരുന്നു, 1/f ഈക്വൽ ടു n ഗ്ലാസ്, അല്ലെ, n ഗ്ലാസ് അല്ലെ മ്യൂ അല്ലെങ്കിൽ n ഗ്ലാസ് മ്യൂ. ജിറ്റോ സാർ ഉണ്ടെങ്കിൽ ഓക്കെ, പാർട്ടിസിപ്പൻ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ n ഗ്ലാസ് നമുക്ക് വരേണ്ടത് അറിയാലോ. n ഗ്ലാസ് ബൈ n എയർ, n എയർ ആയതുകൊണ്ട് കുഴപ്പമില്ല. n ഗ്ലാസ് -1 ഞാൻ ലെൻസ് മേക്കേഴ്സ് ഫോമിൽ എഴുതുകയാണ്, ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്നാണ് വരിക. ഇനി നിങ്ങൾ പ്ലേനോ കോൺകേവ് അല്ലെങ്കിൽ പ്ലേനോ കോൺവെക്സ് ലെൻസുകൾ തരുമ്പോൾ നിങ്ങൾ എപ്പോഴും R2 എന്നുള്ളതിനെ എന്ത് ചെയ്തോളുക, R2നെ ഇൻഫിനിറ്റി ആയിട്ട് എടുക്കുക. നമ്മൾ ഓർക്കുന്നില്ല, പ്ലെയിൻ ഗ്ലാസിന്റെ അല്ലെങ്കിൽ പ്ലെയിൻ മിററിന്റെ ഒക്കെ കേസിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആയിട്ടാണ് എടുക്കുക. കാരണം നമുക്കറിയാം, നിങ്ങൾ പഠിക്കുന്നതാണ്, ഒരു വളരെ ദൂരത്തിലുള്ള ഒരു വലിയൊരു സ്പിയറിന്റെ ഭാഗമായിട്ട് ഒരു പ്ലെയിൻ സർഫസിനെ എടുക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ റേഡിയസ് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കാം. അപ്പോൾ റേഡിയസ് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് സംഭവിക്കും, 1/r2 എന്ന് പറയുന്ന ടേം 1/∞ ആവുകയും ഈ ടേമിനെ നമുക്ക് 0 എന്ന് നെഗ്ലക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് വരിക. അപ്പോൾ ഇവിടെ എന്താ വരാൻ നോക്കൂ, ng ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ, 1.5 മൈനസ് 1 ഇൻറ്റു 1/r1. അപ്പോൾ r1 100 1/100 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 0.5. 1.5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ, 0.5/100 എന്ന് കിട്ടും. അത് 1/f ആണ്. ഈ 1/f എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, 1 തന്നെയാണ് പവർ, പക്ഷെ ഇവിടെ 100ലാണ്. സോ therefore f ഈക്വൽ ടു, വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം, therefore ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു എന്താ കിട്ടും നോക്കൂ, നേരിട്ട് തന്നെ ചെയ്യാം, 100/0.5 എന്ന് കിട്ടും. 100/0.5 എന്ന് പറയുന്നത് എത്രയാണ്, ദാറ്റ് ഈസ് 200. ഇത് സെന്റിമീറ്ററിലാണ്, കാരണം നമ്മൾ റേഡിയസ് സെന്റിമീറ്ററിൽ കൊടുത്തത് കൊണ്ട് തന്നെ ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിലാണ് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, പവർ ഈസ് ഈക്വൽ ടു എത്രയാണ് പറഞ്ഞത്, 2 ഇക്വേഷൻ പറഞ്ഞത്. പവർ ഈക്വൽ ടു പവർ ഇൻ ഡയപ്റ്റർ ഈസ് ഈക്വൽ ടു, ഉത്തരം ഡയപ്റ്റർ കൊടുത്തുകൊണ്ടാണ് ഞാൻ പവർ ഇൻ ഡയപ്റ്റർ എന്ന് എഴുതുന്നത്. പവർ ഇൻ ഡയപ്റ്റർ ഈസ് ഈക്വൽ ടു 1 ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ, f in meter, otherwise it is equal to 100 ഫോക്കൽ ലെങ്ത് ഇൻ സെന്റിമീറ്റർ. ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണമെന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ മീറ്ററും സെന്റിമീറ്ററും ഒക്കെ തമ്മിൽ കൺവേർട്ട് ചെയ്യാൻ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സെന്റിമീറ്ററിലാണ് നമ്മുടെ ഫോക്കൽ ലെങ്ത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എന്തെടുക്കണ്ടേ, 100 ഡിവൈഡഡ് ബൈ, അല്ലേ, ഫോക്കൽ ലെങ്ത് ഇൻ സെന്റിമീറ്റർ എന്ന് എത്രയാ, 200 അല്ലേ. സോ 100/200 എന്ന് പറയുന്നത് 1/2 ആണ്, അത് പറഞ്ഞാൽ 0.5 ആണ്. സോ ഇറ്റ് ഈസ് പ്ലസ് 0.5 ഡയപ്റ്റർ. ഇവിടെ പ്ലസും മൈനസും ഉണ്ട്, ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇവിടെ പ്ലസും മൈനസും വന്നിട്ടുണ്ട്. സോ ഹിയർ വാട്ട് യു ആർ ഗെറ്റിംഗ് ഈസ് വാട്ട് ഫൈനലി പ്ലസ് 0.5 ഡയപ്റ്റർ. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. സോ that is the thing. Now I think I can go on to how much time is left. Let me check it. It's almost 11:24. നോക്കട്ടെ, നമുക്ക് 1-2 പ്രോബ്ലം കൂടെ ചെയ്യാൻ പറ്റുമോ നോക്കാം. സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. 11th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ ലെൻസ് ബിഹേവ്സ് ആസ് എ കൺവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ഇൻ എയർ. ഒറിജിനലി അതൊരു കോൺവെക്സ് ലെൻസ് ആണെന്ന് കരുതാം. ആൻഡ് എ ഡൈവേർജിങ് ലെൻസ് ഇൻ വാട്ടർ. ഡൈവേർജിങ് എന്ന് പറഞ്ഞാൽ കോൺകേവ്. ഓക്കെ, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഈസ്, ഇത് ഞാൻ മുമ്പ് നിങ്ങൾ തുടക്കത്തിൽ ഞാൻ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു. എന്താണ്, ഒരു ലെൻസ് അല്ലേ, ഈ ലെൻസ് എയറിൽ വയ്ക്കുമ്പോൾ കോൺവെക്സ് ആയിട്ട്, ഇപ്പം ഞാൻ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഓഫ് ഗ്ലാസ് എന്ന് എഴുതുവാണ്. ഇനി ഇത് n ഓഫ് എയർ നമുക്കറിയാം 1 ആണ്. n ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത് സേ മേ ബി ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് കോൺവെക്സ് ആയിട്ട്. ഇനി നോക്കുക, ഇതെടുത്തിട്ട് വെള്ളത്തിൽ വെക്കുമ്പോൾ സറൗണ്ടിങ് മീഡിയം വാട്ടർ ആണ്. അത് NW എന്ന് പറഞ്ഞാൽ 1.33 ആണെന്ന് ഞാൻ പറഞ്ഞു. 4/3 അത് 1.33 എന്നറിയാം. n ഗ്ലാസിന് മാറ്റം വരില്ല അല്ലേ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വെള്ളത്തിൽ മുക്കുമ്പോൾ ഇത് കോൺകേവ് ആയിട്ടും പുറത്ത് എയറിൽ വെക്കുമ്പോൾ കോൺവെക്സ് ആയിട്ടും ആക്ട് ചെയ്യുന്നുവെങ്കിൽ ഈ ലെൻസിന്റെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ എത്രയായിരിക്കും, അതെന്താ പറയാൻ പറ്റാന്നുള്ള നമുക്കറിയാമല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞിരുന്നു, ഒരു ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സറൗണ്ടിങ് മീഡിയത്തിന്റെ n ഓഫ് ദ ലിക്വിഡ് അല്ലെങ്കിൽ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാളും
ചെറുതാവുന്ന അവസ്ഥ വരുവാണെങ്കിൽ, ഓക്കെ, ചെറുതാവുന്ന അവസ്ഥ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലെൻസ് ഡൈവേർജിങ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, കോൺകേവ് ആയിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാളും കുറവാണ്. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാളും കുറവായതുകൊണ്ടാണ് അത് വെള്ളത്തിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? കോൺകേവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ വാട്ട് വിൽ ബി ദ ആൻസർ? Okay, so the answer is that the refractive index of the material will be between unity and 1. Unity എന്ന് പറഞ്ഞാൽ 1 വരാൻ കാരണം എന്താ? എയറിൻ്റെ. അപ്പോൾ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ യൂണിറ്റി ആൻഡ് 1.33. അതുകൊണ്ട് കാണിക്കുന്നത് നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ തിങ്. Question number 12. We go to question. For an angle of incidence theta on an equilateral prism, അപ്പോൾ ഉടനെ നമ്മൾ എഴുതി A is equal to 60 degree. The of refractive index √3, n equal to √3 or mu equal to √3. The ray refracted is parallel to the base of the prism, inside the prism. Parallel to the base എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു, എപ്പോഴാണ് റേ പാരലൽ ടു ദ ബേസ് ഓഫ് ദ പ്രിസം ആവുക? വെൻ ദ റേ ഈസ് അണ്ടർഗോയിങ് മിനിമം ഡീവിയേഷൻ. സോ ദാറ്റ് ഈസ് നമുക്ക് എഴുതാം ഡി ഈക്വൽ ടു ഡി ഓഫ് മിനിമം ഡീവിയേഷൻ. ദ വാല്യൂ ഓഫ് തീറ്റ, തീറ്റ പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? സോ വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. നമുക്ക് മിനിമം ഡീവിയേഷൻ്റെ പ്രത്യേകത ഓർത്തിരിക്കുക. മിനിമം ഡീവിയേഷൻ നമ്മൾ രണ്ട് പ്രത്യേകത പറഞ്ഞു. ഒന്ന് I ഈക്വൽ ടു ഇ ആൻഡ് R1 ഈക്വൽ ടു R2. ഓക്കെ, R1 ഈക്വൽ ടു R2. ഇതിലേതാണ് ഉപകാരം വരിക നമുക്ക് നോക്കാം. ഈക്വൽ ടു R ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? R വിൽ ബി ഈക്വൽ ടു A/2. നമ്മൾ പ്രിസം ഫോർമുല ഡെറിവേഷൻ ഓർത്തുണ്ട്. R ഈക്വൽ ടു A/2. ഇതിൽ നമുക്കൊരു കാര്യം കിട്ടി. എന്താണ്? R ഈക്വൽ ടു എന്ത് കിട്ടി? A/2 എന്ന് കിട്ടിയില്ലേ? A എത്രയാണ്? 60 ആണ്. അപ്പോൾ സോ ദാറ്റ് ഈസ് 60/2 എന്ന് പറയുമ്പോൾ 30 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ? ഇനി നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമുക്ക് എന്ത് ചെയ്യുക? I എന്നാണ്. സോ വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? അതാണ് തീറ്റ എന്ന് തന്നിരിക്കുന്നത്. I ഈക്വൽ ടു തീറ്റ. അപ്പോൾ എന്താണ്? സ്നെൽസ് ലോ ഉപയോഗിക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സ്നെൽസ് ലോ പ്രകാരം n ഈക്വൽ ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഇവിടെ തീറ്റ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ തീറ്റ ബൈ സൈൻ ഓഫ് R, സൈൻ 30. സൈൻ 30 നമുക്ക് ചെയ്യാലോ. ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. Therefore sin theta equal to cross multiplying sin theta is equal to എന്താ കിട്ടുക? n into sin 30. sin 30 കഴിഞ്ഞാൽ 1/2. ഓക്കെ, n എത്ര തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ തന്നെ ഉണ്ട്? n √3 ആണ്. സോ ഇറ്റ് ബി √3/2. സോ sin theta equal to √3/2 ആണെങ്കിൽ തീറ്റ എത്രയായിരിക്കും നമുക്കറിയാമല്ലോ. നേരിട്ട് തന്നെ എഴുതാം. തീറ്റ ഈസ് ഈക്വൽ ടു തിയററ്റിക്കലി ഇറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് √3/2 അല്ലേ? സൈൻ തീറ്റ √3/2 ആയിട്ട് കിട്ടുന്ന തീറ്റ എത്രയാകുമ്പോഴാണ് നിങ്ങൾക്ക് അറിയല്ലേ? അതെന്താണ്? 60 ഡിഗ്രി. Okay, so that is your answer is what? 60 degree. So that is your correct answer. 12. Okay, so it's almost the time. എനിക്ക് തോന്നുന്നു നമുക്ക് ഓക്കെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാൻ തോന്നുന്നു. Okay, let me see which problem we have to do. നമുക്കൊരു